why the government is equating the interests of a foreign corporate with the interests of the nation. It is not the same. The interests of the people of tribal communities in India is definitely different from the interests of a corporate that is registered in a foreign country. Because we were women, some of us there were, call for raping them, raping women and all of that. They have tried multiple things, At one point, I remember they had morphed photographs of my photographs in bikini, and then they had circulated it in the entire village. Yes, they came to us saying that this is a media person. A media person aanu, interview aanu parnittu. So we met them thinking that it's for an interview. Okay. But a little into the conversation, we realized that the person was actually a agent, a company agent. Immigration counter they said that I've been put onto a no-fly list, and the no-fly list, of course, is a list of criminals and people who can't leave the country if you are if you have a lookout circular in your name. So I started telling them, why am I here? Like, this is like an arrest, right? You have kept me here, my flight has departed, you've seized my passport, and you're now asking me not to even use my phone. We had the BJP government had just come to power, and there was a lot of, and they had just begun this crackdown on freedom of speech and expression. It was very important to reiterate that you do have that fundamental right. So I think our readil, the case was landmark. There were lakhs of trees because it's 1,182 hectare bhumi land, vanabhumi. When they started numbering trees, that is when Mahan Sangarsh Samiti decided to stop them. We are all human. I think namakkellam edengilum oru samayathu you are scared either for your family, or you're scared for your comrades or the people who are with you. And you're sometimes scared for yourself also. Okay. It's only natural to feel fear. A lot of times I've been scared, thinking the company will pick up my son maybe one day. So there were those kind of fears because those were all threats. കോർപ്പറേറ്റുകൾക്കെതിരായിട്ടുള്ള ഒരു വലിയ സമരം, അത് എളുപ്പമല്ല. അത് ഉണ്ടാക്കിയെടുക്കാനും സമരം ചെയ്ത് വിജയിപ്പിച്ചെടുക്കാനും. മധ്യപ്രദേശിൽ മഹാൻ എന്ന് പറയുന്നൊരു സ്ഥലത്ത് 100% ഗോത്രവിഭാഗങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് വലിയ കോർപ്പറേറ്റുകൾക്കെതിരെ, സാറിനും ഹിൻഡാൽക്കൊക്കെ എതിരായിട്ട് വലിയ സമരം നടത്തി, അതിന് നേതൃത്വം നൽകി. ആ ഒരു സമരം വിജയിച്ച സമരമായിട്ട് മാറിയ ഒരു പശ്ചാത്തലമുണ്ട്. അത് സത്യത്തിൽ 2 തരത്തിൽ അപൂർവതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്നാമത്, അങ്ങനെ ഒരു ഗോത്രമേഖലയിലേക്ക് ഒരു സ്ത്രീ കടന്നു ചെന്ന് ഒരു സമരത്തിന് നേതൃത്വം നൽകുക എന്നുള്ളത്, ഒപ്പം അതൊരു മലയാളിയാവുക എന്നുള്ളൊരു പ്രത്യേകത. കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു പക്ഷേ ആ സമരത്തിനെ വേണ്ട വിധത്തിൽ അക്നോളജ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ നാഷണൽ മീഡിയ ഓഫ് കോഴ്സ് അത് ചെയ്തിട്ടുമുണ്ട്. ഈ മഹാൻ സമരം എന്ന് പറയുന്നത് ഹിസ്റ്ററിയിൽ ആ രീതിയിൽ അടയാളപ്പെടുത്തേണ്ട ഒന്നും കൂടിയിട്ടാണ്. എന്തായിരുന്നു മഹാൻ സമരം? അത് തുടങ്ങാനുണ്ടായിരുന്നൊരു പശ്ചാത്തലം എന്താണ്? ആക്ച്വലി മഹാൻ എന്ന് പറയുന്ന ഒരു വനമേഖലയാണ്. മധ്യപ്രദേശിലെ സിംഗ്രോളി എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റ് ഒരു ന്യൂലി ഫോംഡ് ഡിസ്ട്രിക്റ്റാ. അതായത് മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡിന്റെ ഒരു ബോർഡറായിട്ട് വരുന്ന ഒരു റീജിയനാണ്. ഈ റീജിയന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇന്ത്യയിലെ ഒരു 10% കോൾ ബേസ്ഡ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റീജിയനാണ്, വിച്ച് ഇസ് വെരി ഹൈ. മൊത്തം ഇന്ത്യയിലെ, അതായത് കൽക്കരിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന എന്താ പറയുന്നത് ഇലക്ട്രിസിറ്റി 10% ഈ റീജിയനിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. വേറൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ഥലം ഒരു ഓക്സിമോറണ എന്ന് വെച്ചാൽ, ഒരു ഭാഗത്ത് നമ്മളെല്ലാം വികസനത്തിനെ കുറിച്ച് പറഞ്ഞ്, അതായത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു നരേറ്റീവ് ഉണ്ടല്ലോ, വാട്ട് ഈസ് ഡെവലപ്മെന്റ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക ഇൻഡസ്ട്രീസ്, ധാരാളം ഇൻഡസ്ട്രി ഉണ്ടാവുക ഒക്കെയാണ്, തൊഴിലുണ്ടാവും, ആൾക്കാർക്ക് നല്ല ഒരു ജീവിതം ഉണ്ടാവും, അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉയരും, വിദ്യാഭ്യാസം ഉണ്ടാവും, ഹെൽത്ത് സർവീസസ് മെച്ചപ്പെട്ടതായിരിക്കും, ഇതൊക്കെയാണല്ലോ നമ്മൾ കരുതുന്നത്. പക്ഷെ സിംഗ്രോളിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇന്ത്യയിലെ 10% അതായത് കൽക്കരിയിൽ നിന്നുള്ള ഊർജം ഉണ്ടാക്കുന്നത് മാത്രമല്ല,
ഇത് ഇന്ത്യയിലെ ഒരു 3rd മോസ്റ്റ് പൊല്യൂട്ടഡ് ഇൻഡസ്ട്രിയൽ ക്ലസ്റ്ററും കൂടിയാണ്. അപ്പം ധാരാളം കൽക്കരി ഖനികൾ, അതായത് മൈൻസ് ഉണ്ട്, അതേപോലെ തന്നെ തെർമൽ പവർ പ്ലാന്റ്സ് ധാരാളം ഉണ്ട്, സിമെന്റ് ഫാക്ടറീസ് ഉണ്ട്, അങ്ങനെ കുറെ ഇൻഡസ്ട്രീസ് ഉള്ള ഒരു റീജിയനാണ്. പക്ഷെ ആ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു റീജിയൻ കൂടിയാണ്. അവിടെ ഈ 10% ഊർജം ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോലും പല വില്ലേജസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ദർ ഇസ് നോ എനർജി ആക്സസ് പുവർ ആണ് ഭയങ്കരമായിട്ട്. അതേപോലെ തന്നെ ഉള്ള എനർജിയുടെ ക്വാളിറ്റി എന്താ പറഞ്ഞാൽ, അപ്പം എനർജി ആക്സസ് എന്ന് പറയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും നോക്കണം. ഒന്ന്, എനർജി ഉണ്ടോ, ഡു ദേ ഹാവ്, കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. 2, കിട്ടുന്ന എനർജിയുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത്, വോൾട്ടേജ് എന്തായിരിക്കും, എത്ര സമയം കിട്ടുന്നുണ്ട്. അപ്പം എല്ലാ വില്ലേജസും ഗ്രിഡ് കണക്റ്റഡ് ഒക്കെയാണ്, പക്ഷെ അവിടെ ആൾക്കാർക്ക് ദേ ഡോണ്ട് ഗെറ്റ് ഇലക്ട്രിസിറ്റി. സോ എന്താ പറയുന്നത്, ഹിന്ദിയിൽ ഒരു പറച്ചിൽ ഉണ്ട്, ചിരാഗ് തലേ അന്ധേര എന്ന് പറഞ്ഞിട്ട്. അതായത് ഒരു ലാമ്പ് കത്തിച്ചു വെച്ചാൽ അതിന്റെ അടിയിൽ എപ്പോഴും ഇരുട്ടായിരിക്കും എന്ന് പറയുന്ന പോലെ, എന്താ പറയുന്നത്, സിംഗ്രോളി ആ ഒരു അതെ അവിടെ നിന്നാണ് ഉത്പാദിപ്പിക്കുന്നത്. പക്ഷെ അവിടുത്തെ പിന്നെ വേറെ നല്ലൊരു സൈസബിൾ ട്രൈബൽ പോപ്പുലേഷൻ ഉള്ള ഒരു ഡിസ്ട്രിക്റ്റ് ആണ്, ഒരു മൈനിങ് ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പൊ അതിൻ്റെതായ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉള്ള ഒരു റീജിയനാണ്. പോസിറ്റീവ്സ് വളരെ കുറവാണ്, കൾച്ചറലി ഭയങ്കര റിച്ച് ആണ്. കാരണം ഈ ആദിവാസികൾ ധാരാളം, അതായത് ഖേർവാർ, ഗോൺ, പനിക്ക, ഇങ്ങനെ കുറെ ആദിവാസികൾ അവിടെയുള്ള ഒരു റീജിയൻ ആണ്. കൾച്ചറലി ഭയങ്കര വൈബ്രന്റും റിച്ചും ആയിട്ടുള്ള ഒരു റീജിയൻ ആണ്. പക്ഷെ ഇത് ഫോറസ്റ്റ് ആണ്, ഒരു സാൽ ഫോറസ്റ്റ് ആണ്. അത് സാൽ എന്ന് പറയുമ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സാൽ ഫോറസ്റ്റ് ആണ്, ഓൾഡസ്റ്റും കൂടിയാണ്. അപ്പം എന്താ പറയുന്നത്, ആ ഒരു റീജിയനിൽ അപ്പം പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ കേഴ്സ് നമ്മൾ പറയും, കൽക്കരി ഒരു കേഴ്സ് തന്നെയാണ്. കാരണം മൈനിങ് നമുക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൈനിങ് നടക്കുന്നത് ഓപ്പൺ കാസ്റ്റ് മൈനിങ്. അപ്പൊ ഓപ്പൺ കാസ്റ്റ് മൈനിങ് നടത്തണമെങ്കിൽ നമ്മൾ കാട് വെട്ടിത്തെളിക്കണം. കാടിന്റെ കീഴിൽ അടിയിലുള്ള എല്ലാ മണ്ണ്, അതായത് ഫുൾ സോയിൽ, അത് മൊത്തം എടുത്ത് അങ്ങനെയാണ് താഴെ പോയിട്ടാണ് സീംസ് കാണുന്നത്. കോലിങ്ങനെ സീമായിട്ടാണ് വരിക. വളരെ മോശമാണ് ഇന്ത്യയിലെ കോലിന്റെ ക്വാളിറ്റി. ഫ്ലൈ ആഷ് കണ്ടന്റ് ഭയങ്കര കൂടുതലുള്ള ഒരു ടൈപ്പ് കോലാണ് ഇന്ത്യയിലുള്ളത്. എന്നാൽ പോലും സിംഗ്രോളിൽ കൽക്കരി ഉണ്ട്. അതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഒരു നല്ലൊരു ശതമാനം ആൾക്കാരെ, എസ്പെഷ്യലി ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ ഡിസ്പ്ലേസ് ചെയ്ത ഒരു സാധനമാണ് കോല്. അപ്പം ആദ്യം അവിടെ ചില റീജൻസിൽ അല്ലെ ചില വില്ലേജസിൽ നമ്മൾ പരിചയപ്പെടുന്ന ആൾക്കാര് അവര് they've been displaced multiple times. ഇനീഷ്യലി സെയിം ആൾക്കാർ ഇനീഷ്യലി അവിടെ നെഹ്റുവിന്റെ കാലത്ത് റിഹാന്ദ് റിസർവോയർ എന്ന് പറഞ്ഞ വലിയൊരു ഡാം ഉണ്ടാക്കി. അന്ന് നെഹ്റു പറഞ്ഞു അത്രേ, ദിസ് റീജിയൻ വിൽ ബിക്കം സ്വിറ്റ്സർലൻഡ് എന്ന്. സ്വിറ്റ്സർലൻഡ് ഒന്നും ആയില്ലെങ്കിലും കുറെ ആൾക്കാർക്ക് അവരുടെ കാടും വീടും ഉപജീവന മാർഗവും എല്ലാം നഷ്ടപ്പെട്ടു. ദേ വർ ഡിസ്പ്ലേസ്ഡ് ആൻഡ് ദേ വർ മൂവ്ഡ് ടു അതർ റീജിയൻസ്. അവിടെ അന്ന് വേറെ കാടിൽ പോയി താമസിച്ചു. അങ്ങനെ ഒരു റീഹാബിലിറ്റേഷൻ പോളിസിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കാട്ടിൽ നിങ്ങൾ പോയി താമസിച്ചോളൂ എന്നുള്ളൊരു ഇതായിരുന്നു. ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് കഴിഞ്ഞ് പോയി താമസിച്ച പല സ്ഥലത്തും പിന്നീട് വീണ്ടും കൽക്കരി ഖനികൾ വരുന്നു, തെർമൽ പവർ പ്ലാന്റ്സ് വരുന്നു. അപ്പം ഇപ്പം നമ്മളുടെ ഗ്രാമത്തിലെ ബേച്ചൻജി ഒക്കെ എന്ന് പറഞ്ഞാൽ ഹീസ് ബീൻ ഡിസ്പ്ലേസ് 3 times ഇൻ ഹിസ് ലൈഫ് ടൈം. കുട്ടിയാവുമ്പം പിന്നെ ഒരു യങ് മാൻ ആവുമ്പോൾ ഇപ്പോഴും പുള്ളി, സോ നൗ അഗൈൻ ഹീസ് ഫേസിങ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പം അങ്ങനത്തെ ഒരു കോംപ്ലെക്സ് റീജിയൻ ആണ്. ഹെൽത്ത് ഫെസിലിറ്റീസ് ഇല്ല, എഡ്യൂക്കേഷൻ ഭയങ്കര മോശമാണ്. റോഡ്സ് ഇപ്പം നന്നായി തുടങ്ങി, ബിക്കോസ് കമ്പനീസ് ഉള്ള കാരണം അവർക്ക് ആക്സസ്, കൽക്കരി കൊണ്ടുവരാനും ഒക്കെ ഉള്ള ആക്സസിന് വേണ്ടി റോഡ്സ് ഇപ്പം ഭേദപ്പെട്ടു. പക്ഷെ എന്താ പറയുക, കോൽ മാഫിയ ധാരാളമുള്ള ഒരു റീജിയൻ. അവിടെ വളരെയധികം ആൾക്കാരുടെ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു റീജിയൻ കൂടിയാണ്. നമ്മൾ അവിടെ എത്തിപ്പെടാനുള്ള ഒരു ഡിസിഷൻ എങ്ങനെയാണ് വരുന്നത്? അത് ആക്ച്വലി ഞാൻ ഗ്രീൻ പീസിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് ജയറാം രമേശിന്റെ കാലമായിരുന്നു. ജയറാം രമേശ് ആയിരുന്നു അന്ന് എന്താ പറയുന്നത് എൻവയൺമെന്റ് മിനിസ്റ്റർ. ആ സമയത്ത് ഇന്ത്യയിലെ ഇപ്പം നമ്മൾ സെൻട്രൽ ഇന്ത്യൻ ബെൽറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് സിംഗ്രോളി മാത്രമല്ല, അത് ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങൾ,
അതേപോലെ വെസ്റ്റ് ബംഗാളിന്റെ ചില ഭാഗങ്ങൾ, ഒറീസ, ഈ ഹോൾ ബെൽറ്റ്, സെൻട്രൽ ഇന്ത്യൻ ബെൽറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ലൈക്ക് വൺ ഇസ് ധാരാളം ഇന്ത്യയിലുള്ള നല്ലൊരു ശതമാനം കാട് ഉള്ള ഒരു റീജിയനാണ്. അതേപോലെ തന്നെ ട്രൈബൽ കമ്മ്യൂണിറ്റീസ്, ഇറ്റ്സ് ഹോം ടു ട്രൈബൽ കമ്മ്യൂണിറ്റീസ്. ആൻഡ് ദിസ് ഇസ് ഓൾസോ ദ മിനറൽ റിച്ച് റീജിയൻ നോക്കിക്കഴിഞ്ഞാൽ. സോ ഈ മൂന്ന് സാധനത്തിന്റെ ഓവർലാപ്പാണ്. ഇതുകൊണ്ട് തന്നെ ദാറ്റ് റീജിയൻ ഹാസ് ബീൻ ദ ടാർഗറ്റ് ഓഫ് കോർപ്പറേറ്റ്സ് ആൻഡ് ഇൻഡസ്ട്രി. ആൻഡ് ആ ഒരു നെക്സസ് ഭയങ്കര സ്ട്രോങ്ലി, അതായത് ബിറ്റ്വീൻ ഗവൺമെന്റ് ആൻഡ് കോർപ്പറേഷൻസ് ഭയങ്കര സ്ട്രോങ് നെക്സസ് വർക്ക് ചെയ്യുന്ന ഒരു സെൻട്രൽ ഇന്ത്യൻ ബെൽറ്റിൽ തന്നെയാണ്. അപ്പം ആ ഒരു സമയത്ത് ഹൗ ക്യാൻ വി പ്രൊട്ടക്ട് ഫോറസ്റ്റ്, അതായത് വിച്ച് ആർ എസെൻഷ്യൽ കാർബൺ സിങ്സ് എന്നുള്ള ഒരു ഇത് ക്ലൈമറ്റ് ചേഞ്ചിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പം ജയറാം രമേശ് ആക്ച്വലി കെയിം ഔട്ട് വിത്ത് ദ ഫോർമുല ഓഫ് no-go zones, go zones and no-go zones. The idea was to have go zones where you could do mining or other industrial activities, and no-go zones because certain forests were very very pristine. Avudte jaiva vaividhata, like biodiversity was very very good. So there was this whole concept of okay, there will be certain regions which will be no-go. ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്താൻ തുടങ്ങി മിനിസ്ട്രി ഓഫ് എൻവയൺമെന്റ് ആൻഡ് ഫോറസ്റ്റ്. പക്ഷേ വാട്ട് ഹാപ്പൻഡ് ഇസ് ലൈക്ക് ആ ക്ലാസിഫിക്കേഷൻ ഓരോ പ്രാവശ്യവും നടത്തി തിരിച്ചു വരുമ്പം ദി എംപവർഡ് ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ദ ക്യാബിനറ്റ് ഡിഡ് നോട്ട് അപ്രൂവ് ഓഫ് ഇറ്റ് ബിക്കോസ് ദർ വാസ് എ ലാർജ് ഏരിയ ദാറ്റ് വാസ് ഔട്ട് ഓഫ് ബൗണ്ട്സ് ഫോർ ഇൻഡസ്ട്രി, ലുക്കിംഗ് അറ്റ് ദ ക്വാളിറ്റി ഓഫ് ദ ഫോറസ്റ്റ്. അപ്പൊ മഹാൻ എന്ന് പറയുന്ന കാടും ഇതിൽ പെടുന്ന നോഗോ സോണിൽ പെട്ട ഒരു സ്ഥലമായിരുന്നു. ആൻഡ് ഇറ്റ് ബിക്കെയിം നോഗോ ബിക്കോസ് ഈ സാൽ ഫോറസ്റ്റ് ആണ് എന്താ പറയുന്നത് ഏഷ്യയിലെ തന്നെ ഓൾഡസ്റ്റ് സാൽ ഫോറസ്റ്റ് ആണ്. ആൻഡ് അവിടുത്തെ സാൽ ഫോറസ്റ്റിന്റെ ക്രൗൺ ഡെൻസിറ്റി ഈസ് വെരി ഗുഡ്. അപ്പം അൺലൈക്ക് ഇവിടുത്തെ ട്രോപ്പിക്കൽ ഫോറസ്റ്റ്, ഫോറസ്റ്റിന്റെ ഒരു കോമ്പോസിഷൻ ഡിഫറെന്റ് ആണ്. താഴെ ഗ്രൗണ്ടിൽ യു വോണ്ട് ഫൈൻഡ് ടു മെനി shrubs and bushes and grass. Relatively dry ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ ദ ട്രീസ് ദാറ്റ് ആർ ദേർ ആർ വെരി ഹൈ, ഭയങ്കര. എന്നിട്ട് അതിന്റെ ക്രൗണിന്റെ ഡെൻസിറ്റി ഭയങ്കര വലുതാണ്. അപ്പൊ 94% ഒക്കെ ക്രൗൺ ഡെൻസിറ്റി ഉള്ള ഒരു ഫോറസ്റ്റ് ആണ് മഹാൻ. So that was the reason why Mahan was kept in the no-go zone in the first place. പക്ഷെ later on what happened is Colgate ഉണ്ടായപ്പം വലിയ സ്കാം ഉണ്ടായ സമയത്ത് Mahan was allocated to SR and Hindalco. SR and Hindalco ഒരു ജോയിന്റ് വെഞ്ചർ ആയിരുന്നു. ഇറ്റ് വാസ് കോൾഡ് മഹാൻ കോൾ ലിമിറ്റഡ്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ, അതായത് ഒരു 2009 ഞങ്ങൾ അവിടെ ചെല്ലുമ്പം അതിനു മുമ്പ് ഈ ഗോ നോ ഗോ സോൺസ് ഒക്കെ ആയി ആ പ്രോസസ് നടന്ന സമയത്ത് ആണ് വി വെന്റ് ഇൻ ടു ദിസ് റീജൻ. പക്ഷെ വെൻ വി റീച്ച് ദാറ്റ് പ്ലേസ് ദ thermal power plant was already built. അതൊരു 4 ഗ്രാമങ്ങൾ, ഖെരാഹി, നഗ്വ, അങ്ങനെ ബന്ധോര, ഈ 3-4 ഗ്രാമങ്ങളെ ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് there was a huge thermal power plant there. And this thermal power plant is at the foot of the ഒരു ഹിൽസ് ആണ് ഈ ഫോറസ്റ്റ്. ഫുട് ഹിൽസിലാണ് ഈ thermal power plant. അതിനുള്ള ക്യാപ്റ്റീവ് മൈനിനുള്ള ക്ലിയറൻസ്, സ്റ്റേജ് 1 ക്ലിയറൻസ് കിട്ടുന്നതിന് മുമ്പാണ് ഞങ്ങൾ അവിടെ വർക്ക് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഫോറസ്റ്റ് 1182 hectares ഓഫ് ഫോറസ്റ്റ് ലാൻഡ് ക്ലിയർ ചെയ്തു, വാസ് അപ്പ് ഫോർ അലോക്കേറ്റ് ചെയ്തു. അഫ്കോഴ്സ് ക്ലിയറൻസ് പ്രോസസ്സസ് ഇപ്പം ധാരാളം ഡൈല്യൂട്ട് ചെയ്യപ്പെട്ടു ക്ലിയറൻസ് പ്രോസസ്സസ്. അന്ന് യു നീഡഡ് കുറച്ചുകൂടി അറ്റ്ലീസ്റ്റ് ഇഫ് സംബഡി ഡിസൈഡ്സ് ടു ഫൈറ്റ് ഇറ്റ്, യു ഹാഡ് അറ്റ്ലീസ്റ്റ് സർട്ടൻ തിങ്സ് വിച്ച് യു കുഡ്, സർട്ടൻ ടൂൾസ് ഓർ സർട്ടൻ spikes you could actually build. അപ്പൊ ആ സമയത്ത് വി ആക്ച്വലി ഹാഡ് ദിസ് ഫോറസ്റ്റ്, അതിന് സ്റ്റേജ് 1 ആൻഡ് സ്റ്റേജ് 2 ക്ലിയറൻസ് കാത്തു കിടക്കായിരുന്നു, അലോക്കേറ്റ് ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. And we realized the 1182 hectares of forest land would displace 54 villages, actually, which is like a huge thing. അതിൽ എല്ലാ വില്ലേജസിനും ഡിസ്പ്ലേസ് ചെയ്തില്ലെങ്കിലും നന്നായിട്ട് ഇമ്പാക്ട് ചെയ്യും ഈ 54 വില്ലേജസിനെ. കോറിൽ ഒരു പക്ഷെ ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്ന വില്ലേജസ് ഒരു 12 to 14 വില്ലേജസേ ഉള്ളൂ പൂർണ്ണമായിട്ടും. പക്ഷെ ദ റെസ്റ്റ് ഓഫ് ദ വില്ലേജസ് ഓൾസോ വർ ഡിപെൻഡന്റ് ഓൺ ദിസ് ഫോറസ്റ്റ് ഫോർ ദെയർ ലൈവ്ലിഹുഡ്. ബിക്കോസ് അവിടുത്തെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു they have a subsistence farming, അതായത് അവർ കൃഷി നടത്തും. അല്ലാതെ usually they collect non-timber forest product from the forest. So there's mahua, there's tendu, there's char, chironji, mushrooms which are very very exotic. അങ്ങനത്തെ കുറെ സാധനങ്ങൾ. സോ ബേസിക്കലി ആ ഒരു റീജൻ, ആ ഒരു ഫോറസ്റ്റ് ഹാഡ് this quality. People and their livelihoods were totally dependent on this forest.
ഈ ഫോറസ്റ്റിൽ ഒരു ലീൻ പീരീഡ് വരുമ്പോൾ മാത്രമാണ് അവർ കൃഷിയും കൂടി ചെയ്യും. സോ ദാറ്റ് ഇസ് ഹൗ പീപ്പിൾ ഇൻ ദാറ്റ് റീജിയൻ സർവൈവ്. അപ്പം that would have actually snatched away livelihoods of these 54 villages. What was happening there was basically people did not know that this mine was allocated, the fact that they would be displaced, nothing. And we actually went there and started working on Forest Rights Act, on the implementation of Forest Rights Act. In 2006 this law was passed, and 2008 ayappathekkum the rules vandirunnu, and we were all working on the implementation of Forest Rights Act. So we also went there to kind of work around those the implementation. People did not know, not only did not know about the company and the corporation that is going to mine the region and displace them, they did not also know about the Forest Rights Act. So our first engagement with community was to kind of give them information about Forest Rights Act. But when we entered the region to talk about forest rights, before people could kind of, we could access people, we realized that there was a big pushback from the corporation. So we had initially lots of issues, even though we went there to work on Forest Rights Act. We had people following us in vehicles in which they remove the number plate, maatite അവർ നമ്മളെ ഫോളോ ചെയ്യുമായിരുന്നു. എല്ലാ ഗ്രാമങ്ങളിലും there is a caste, as you know, everywhere in India caste is a prominent issue, but in places like Mahan, there is a very, very strong component that actually acts. So if you see avada elections, panchayat elections aanengil polum, it's always the upper caste Thakur who actually stands for the election. And even if it's a reservation seat for a woman or a Adivasi or a Dalit, the person will be a pawn of the Thakur actually. So ultimately it's the Thakur in the village who runs the panchayat. So we often and if it's women, there's always these sarpanch patis, but so in some ways it's totally upper caste controlled. So we did face a lot of challenge initially. Appam anna we didn't understand why they were so against anybody entering the village. And I think that also put a question to the people. അവിടുത്തെ ആദിവാസികളും ദലിതരും സാധാരണമായിട്ടുള്ള ജനങ്ങൾക്ക് തോന്നി why so much of opposition to people coming and working in the village. But gradually it took us a lot of time. In fact, ഒരു 2 വർഷത്തോളം people never ever responded to us, especially tribal communities. Like എങ്ങനെയാ അവര് പെരുമാറുക? അവർ നമ്മളോട് ഒരിക്കലും നിങ്ങൾ എന്താ പറയുന്നത് വരരുതെന്നോ ഒന്നും പറയില്ല. They will not say that. വരുമ്പം they will put out their charpai or they will put a dari on the floor ഇരിക്കാൻ വേണ്ടിയിട്ട്. വെള്ളം തരും, എന്നിട്ട് ഒരു കഷ്ണം ശർക്കര തരും. അതാണ്. So there's no culture of having tea. ഇപ്പം കുറച്ച് വന്നു തുടങ്ങി. പക്ഷെ അന്നൊന്നും ഒട്ടും ഈ കൾച്ചർ ഓഫ് ഗിവിംഗ് ടീ അല്ലെങ്കിൽ കോഫി അങ്ങനെ ഒരു കൾച്ചർ ഇല്ല. വരുന്ന ആൾക്കൊരു മൊന്തയ്ക്കകത്ത് വെള്ളം എന്നിട്ട് ഒരു കഷ്ണം ശർക്കര. അത് ഭയങ്കര റിജുവിനേറ്റിംഗ് ആണ്. ലൈക്ക് ആ ശർക്കരയും കഴിച്ച് വെള്ളവും കുടിച്ചു കഴിയുമ്പോൾ യുവർ എനർജീസ് ആർ വെരി ഹൈ. അതാണ്. അത് തന്ന് നമ്മൾക്ക് അവരോട് സംസാരിക്കാം. പക്ഷെ അവര് ദേ വിൽ ജസ്റ്റ് സിറ്റ് ആൻഡ് ലിസൺ ടു യു. അവർ നിങ്ങളോട് പോവാനും പറയില്ല, അവരിങ്ങോട്ട് റെസ്പോണ്ട്. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു ഓൾമോസ്റ്റ് ഒരു 1.5-2 years ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്. ഞങ്ങൾ കാട്ടിൽ നടന്ന് അവർ പണിയെടുക്കുന്നിടത്തും അവരുടെ വീട്ടിനടുത്ത് ചെന്നിരുന്നിട്ടും വി കെപ്റ്റ് ഓൺ ട്രൈങ് ടു ടോക്ക് ആൻഡ് എൻഗേജ് വിത്ത് ദം. പക്ഷെ ദേ നെവർ ബിഹേവ്ഡ് ആസ് ഇഫ് ദേ ഈവൻ ഹേർഡ് ഇറ്റ്. They would just but they never asked us not to come either. So it was that kind of it takes a lot of time for them to trust people. But my biggest journey, or I would say a de-learning journey, as a city valarna or city bred person, I think the journey of Mahan has been more than anything, it has been a de-learn, unlearn ചെയ്യുന്ന ഒരു ജേർണി ആയിരുന്നു. നമ്മൾ എങ്ങനെയാണോ വികസനത്തിനെ കണ്ടിരുന്നത് അല്ലെങ്കിൽ കൾച്ചറിനെ മനസ്സിലാക്കിയിട്ട് അതിനൊക്കെ ഒരു വേറൊരു രീതിയിലുള്ള ഒരു ലോകം ആണ്. And then that is when you start valuing indigenous communities in their lives, avരുടെ culture, avരുടെ dignity, all these questions. അതിനെയൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് once you go and start staying with them and working with them. And so in fact I remember Budher എന്ന് പറഞ്ഞ ഒരു ഗ്രാമമുണ്ട്. It's the
core of the mine. It's a hill, and in the middle of that hill there is this one village which is almost 98% or 99% tribals. Only there were 2 families who were non-tribals in that village. And I remember my first visit to that village itself was ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ബിക്കോസ് അവിടെ ഒരു കൂട്ടം ആൾക്കാർ ഇരിക്കുന്ന കണ്ടിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് ചെന്നത്. അവിടെ ഫോറസ്റ്റിന്റെ 2 ഒഫീഷ്യൽസും ഇരിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് അവരെന്തൊക്കെയോ എഴുതുമായിരുന്നു. അത് കണ്ട് ഞങ്ങൾ അവിടെ ചെന്ന് വെറുതെ വി ജസ്റ്റ് സാറ്റ് ദെയർ, അവരെന്താ ചെയ്യുന്നതെന്നൊക്കെ. സോ അപ്പുറത്ത് കുറെ ചോളം നട്ടിട്ട് അത് കരടി അവിടെ. അപ്പൊ ഈ മഹാൻ ഫോറസ്റ്റിൽ ധാരാളം കരടി ഉള്ള ഒരു സ്ഥലമാണ്. അപ്പം കരടി അത് മൊത്തം നശിപ്പിച്ച് കുറെ ചോളമൊക്കെ ഒടിച്ച് കഴിച്ച് ബാക്കിയെല്ലാം ഇങ്ങനെ വീണ് കിടക്കുന്ന ഒരു ഇത്. ആൻഡ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഒഫീഷ്യൽ wanted to actually give them compensation for it. So he wanted them to sign on to a document, and they were waiting for their village headman. Tribal headman വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മളും കാത്തിരുന്നു. കുറച്ചു നേരം കഴിയുമ്പോൾ ബിക്രം സിംഗ് ജി, ഒരു 82 ഖേർവാർസ് ആണ്, ബിക്രം സിംഗ് ജി വന്നപ്പം എവറിബഡി the forest officials told him എന്തിനാണ് അവർ വരുന്നതെന്നും ഇത്ര നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്നാണ്. For me, അപ്പം ബിക്രം സിംഗ് ജി he said something very interesting. പുള്ളി പറഞ്ഞത്, എൻ്റെ അച്ഛനപ്പൂപ്പന്മാര് ഈ കാട്ടിൽ വന്ന് താമസിച്ചവരാണ്. ഇത് അവരുടെ കാടായിരുന്നു. അവരുടെ വീട്ടിൽ ഞങ്ങൾ വന്ന് താമസിച്ചതാ. അവരുടെ മീൻസ് കരടിയുടെ അവരുടെ വീടായിരുന്നു. ഞങ്ങൾ വന്ന് താമസിച്ചതാണ് ഇവിടെ. എന്താ പറയുന്നത്, ഞങ്ങൾ കുറെ അങ്ങ് നടും, അവരും കഴിച്ചോട്ടെ, ഞങ്ങളും കഴിക്കും. സോ ലൈക്ക് ഫോർ മീ എന്താ പറയുന്നത്, നമ്മളുടെ ഒരു കൺസെപ്റ്റ് ഓഫ് കോ എക്സിസ്റ്റൻസ് എന്നുള്ളത് അവര് ദേ ലിവ് ഇൻ ദാറ്റ്. ആ ഒരു വാല്യൂ സിസ്റ്റം അവരുടെ ഉള്ളിലുണ്ട്. They are not like, they don't want to take, they did not sign and take that compensation. They were like, it's okay, അത് അവരുടെയും കൂടി വീടാണ് ഈ കാട്, നമ്മൾ കുറെ നടും, അവരും കഴിച്ചോട്ടെ, ഞങ്ങളും കഴിക്കാം, അത്രേ ഉള്ളൂ. സോ ആ ഒരു അതെ ആ ഒരു കോ എക്സിസ്റ്റൻസ്, ഹൗ യു ക്യാൻ കോ എക്സിസ്റ്റ് വിത്ത് നേച്ചർ. നമ്മളിപ്പം ധാരാളം ഈ വേർഡ്സ് ഒക്കെ തരുന്നത് എടുത്തു പറയുന്ന ഒരു കാലാണല്ലോ. അപ്പം ഐ തിങ്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു കൾച്ചറും ആ ഒരു കോ എക്സിസ്റ്റൻസിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസും ഒക്കെ, ദോസ് ആർ തിങ്സ് ദാറ്റ് യു ആക്ച്വലി ആർ. നമ്മളുടെ ഒരു സിറ്റിയിൽ നിന്ന് നമ്മൾ പഠിച്ചു പോകുന്ന ഒരു കാലത്ത് നിന്ന് യു ട്രൈ ടു അൺലേൺ ദം. സിമിലർലി ഇപ്പം അവിടെ വെരി ഇൻട്രസ്റ്റിംഗ്ലി അവിടുത്തെ ഒരു വീട്ടിലും താഴില്ല, ലൈക് പൂട്ടില്ല അവരുടെ വീട്, ലോക്കില്ല, ലോക്സ് ആർ നോട്ട് ദർ. there's no trust issue. People have to go, they will just close the door, ഇങ്ങോട്ട് വലിച്ചടച്ച് അങ്ങ് പോകും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അത് പൂട്ടിയിടുക, അത് താഴെ വെച്ച് പൂട്ടിയിട്ട് താക്കോല് വെക്കുക, അങ്ങനെ ഒരു സാധനമില്ല. സോ ദർ ആർ ലോട്ട്സ് ഓഫ് അങ്ങനത്തെ കുറെ തിങ്സ് ദാറ്റ് കൈൻഡ് ഓഫ് ആ കൾച്ചർ ഒരു റിച്ച്നെസ്സും അതിന്റെ ഒരു വാല്യൂ സിസ്റ്റംസും ഒക്കെ കാണിക്കുന്ന ഒരു കൾച്ചറാണ്. പക്ഷെ ഐ റിമെമ്പർ ദാറ്റ് വെൻ വി വെന്റ് ദർ, പിന്നെ ഐ തിങ്ക് ഗ്രാജുവലി വൺ ഡേ a couple of people told us that why are company people following you എന്ന് ചോദിച്ചു. And we said we don't know why they are following us. അപ്പം they said are you working for them? Definitely you are not working for them. അപ്പം ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ ഡിസ്ട്രസ്റ്റ് തന്നെയാണ്. കമ്പനിയിൽ ജോലി ചെയ്യാൻ വന്നവർ ആണ് അവിടെ വരുന്ന പുതിയ ആൾക്കാരെല്ലാം അതാണ്. സോ ആ ഒരു ഡിസ്ട്രസ്റ്റ് അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ വി ഹാഡ് ലോട്ട്സ് ഓഫ് ഇൻസിഡൻസ്, ലൈക്ക് ഈച്ച് ഓഫ് ആർ കമ്മ്യൂണിറ്റി ലീഡേഴ്സ് സമരത്തിലേക്ക് വരുന്നത് അവരുടെ ഓരോരോ അനുഭവങ്ങളായിരുന്നു അവരെ സമരത്തിലേക്ക് കൊണ്ടുവന്നത്. അതിൽ കൃപാനാഥ് എന്ന് പറയുന്ന ഒരു യാദവ് ആണ്. He was one of the strongest people who came in, and with him he brought a lot of people into the whole fight and samarathilekku. And he had this experience of very interesting experience where we used to keep visiting that village ella dosum, and like they wouldn't come together for a meeting, and there's no phone range, so every day you have to go. If you have to sit for a meeting tomorrow, you have to go ഇന്ന് പോയിട്ട് അവരോട് പറയണം, നാളെ നമുക്ക് 4 മണിക്ക് കാണാം ഇന്ന സ്ഥലത്തുനിന്ന്. അപ്പൊ അങ്ങനെയാണ് എല്ലാ വില്ലേജസിലും ആക്സസ്. ആക്ച്വലി അവിടെ വേറെ സംഘടനകളൊന്നും, പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്, ബിക്കോസ് ഇലക്ഷൻസ് ഉണ്ടല്ലോ. സോ BSP ഉണ്ട്, BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസ്, ഈവൻ ലെഫ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടീസും ഉണ്ട് അവിടെ. CPI ആണ് കുറച്ചുകൂടി സ്ട്രോങ്, പക്ഷെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഇലക്ഷൻ സമയത്ത് മാത്രമേ ആൾക്കാർ വരുന്നുള്ളൂ. And people have affiliations to political parties. Gondwana Ganatantra Party, for example, അതൊരു ട്രൈബൽ
പാർട്ടിയാണ്. There are lots of people from Gold who are with the party. All this is there, പക്ഷെ there were no NGOs or there were no movements or anything like that there. Otherwise people were just ഇങ്ങനെ ഒരു സ്ട്രഗിളിന്റെ ഒരു ഹിസ്റ്ററി ഉള്ള സ്ഥലമാണോ? സ്ട്രഗിളിന്റെ ഹിസ്റ്ററി സിംഗ്രോളി പെർ സെ ആ റീജൻ, പക്ഷെ സിംഗ്രോളി ഇത് മഹാൻ ഫോറസ്റ്റിലേക്ക് പോകണമെങ്കിൽ ഒരു 64 കിലോമീറ്റർ യാത്ര ചെയ്യണം. പക്ഷെ സിംഗ്രോളി ഹാസ് എ ലോട്ട് ഓഫ് മൂവ്മെന്റ്സ് ഇൻ ദ സെൻസ് ദാറ്റ് ഓൺ ആൻഡ് ഓഫ് ആൾക്കാർ സമരങ്ങൾ നടത്തിയിരുന്നു അവിടെ. ബിക്കോസ് ഈ ഇത്രയും തമൽ പവർ പ്ലാന്റ്സും മൈൻസും ഒക്കെ വരുമ്പോൾ ഓരോ സമയത്തും സമരങ്ങൾ നടന്നിരുന്നു. വേൾഡ് ബാങ്കിനെതിരെ വലിയ സമരങ്ങളൊക്കെ നടത്തിയിരുന്നു ആൾക്കാർ. വെൻ വേൾഡ് ബാങ്ക് യൂസ് ടു ഫണ്ട് എന്താ പറയുന്നത് കോൾ ഫണ്ട് ചെയ്യുന്ന ഒരു കാലത്ത്. പിന്നീട് വേൾഡ് ബാങ്ക് ചേഞ്ച് ദിസ് പോളിസി ആൻഡ് സ്റ്റാർട്ടഡ് ഫണ്ടിങ് ഓൺ ദി ഇൻഫ്രാസ്ട്രക്ചർ ഫോർ കോൾ. പക്ഷെ പക്ഷെ ഈ ഞങ്ങൾ പോയ മഹാനിൽ ഒരിക്കൽ പോലും ദേവനോ സമരങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു. വളരെ ശാന്തമായിട്ട് ആളുകൾ കൃഷിയൊക്കെ ചെയ്ത് കാട്ടിലൊക്കെ പോയി ജീവിക്കുന്ന ഒരു സ്ഥലം. അഫ്കോഴ്സ് ദേ ന്യൂ അബൌട്ട് ഡിസ്പ്ലേസ്മെന്റ് ബിക്കോസ് ദേ ഹാവ് seen it, heard about it. പക്ഷെ ലൈക്ക് ദേ നെവർ റിയലി തോട്ട് ദേ വുഡ് come to a point where they would have to fight this. ഇവിടെ സാങ്ഷൻ കിട്ടുന്നതിന് മുൻപാണോ നമ്മൾ അവിടെ ചെന്നിട്ടുള്ളത്? അതോ? അതെ, ഇത് when it was up for എന്താ പറയുന്നത് സ്റ്റേജ് 1 ക്ലിയറൻസിന് ഇത് MOEF when it was put up for clearance, അന്നേരമാണ്. That is the time when we went and we actually ഒരു empowered group of ഒരു committee, empowered committee എന്ന് പറഞ്ഞ ഒരു committee had gone down. അവിടുത്തെ ഒരു ഫാക്ട് ഫൈൻഡിങ് പോലെ തന്നെ അവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റീസ് ചെക്ക് ചെയ്തിട്ട് തിരിച്ചൊരു റിപ്പോർട്ട് തരാൻ. At that time, actually, they never spoke to anybody. People. They came there and they just went back from the district headquarters. And that is when we actually started telling people that maybe they should go and give a representation to the collector or the DFO, basically. And I remember that was the first letter the people ever wrote. It was for the DFO, and there were only 5 people actually who went and gave that letter on behalf of the whole region. And from there, gradually, we started building the fight. We realized, because people came together because they realized that if they file for forest rights, they have rights, community rights under കാട്ടിൽ, പക്ഷേ the company is opposing it because the company wants this forest. So then they realized that they have to fight the company because their rights are at stake. So that was the whole rationale. And at one point when we were talking about forest rights, they came and told us that look, all the forest rights and all is good, but the company doesn't want to give us any of these things. We want to fight the company because there's no other way out. How are we going to do that? Will you support us? So for us, it was just supporting the fight. So it is not, and I don't think at any point in time you are leading the fight. The people who actually fought that whole battle were the community members. And of course we were there in that whole space. We were mobilizing them, we were enabling them, we were facilitating things, we were doing a lot of translations of key documents because everything was in English. Ellam English ലായിരുന്നു. അപ്പം ഹിന്ദി എഴുതുകയും വായിക്കുകയും ചെയ്യും, എഴുതാനും വായിക്കാനും അറിയാവുന്നവര്. സോ എല്ലാം ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇൻഫർമേഷൻ കൊടുത്താൽ തന്നെ, അതായത് ഈ ഇംഗ്ലീഷിൽ നിന്നുമുള്ള ഇൻഫർമേഷൻ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് വലിയൊരു ഒരു ചേഞ്ച് ആയിരുന്നു. ലൈക്ക് ഇറ്റ്സ് എ ഗെയിം ചേഞ്ചർ ആസ് ഫാർ ആസ് യു ആർ കൺസേൺ. ബിക്കോസ് ഈ സാധനം അവർക്ക് വായിക്കാവുന്ന ഭാഷയിൽ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ദേ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ഹാപ്പനിങ്, ദേ അണ്ടർസ്റ്റാൻഡ് വാട്ട് എ സ്റ്റേജ് 1 clearance is. If you actually give them a process for a mine clearance in Hindi, അവർക്കറിയാം ഇതിവിടെ ഫോളോ ആവുന്നില്ല, അല്ലെങ്കിൽ വാട്ട് ആർ ദ വയലേഷൻസ് എന്നുള്ളത്. ദേ ആർ വെരി ക്ലിയർ. ഇറ്റ് വാസ് ഓൺലി എ ബാരിയർ ഓഫ് നോട്ട് being able to read documents, not being able to access documents, didn't know where these documents were. So ആ ഒരു ഇതിലായിരുന്നു. So I think it took us a few years to build up that fight. ഈ അവകാശബോധം എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരികയാണല്ലോ ആക്ച്വലി ചെയ്തത്. അതിന്റെ ഒരു പീരീഡ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഇവരിലേക്ക് വരുന്ന ചേഞ്ചസ് എങ്ങനെയായിരുന്നു? ഇവരിലേക്ക് വരുന്ന ചേഞ്ചസ് ഒരു 2 എക്സാമ്പിൾസ് പറയാം. സോ വൺ ഇസ് അനീത. ബുധേർ ഗ്രാമത്തിൽ തന്നെ അനീത is one of the strongest women leaders in our movement. മഹാൻ സംഘർഷ് സമിതിയിൽ ഇനീഷ്യലി നമ്മൾ അനിതയുടെ അച്ഛനായിരുന്നു അവിടെ
മൂവ്മെന്റിൽ ആ ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ പുള്ളിയായിരുന്നു അവിടെ മീറ്റിംഗ്സ് ഒക്കെ സംഘടിപ്പിക്കുന്നത്. ഷീ വുഡ് നെവർ കം. ഒരിക്കൽ പോലും ആ മീറ്റിംഗിൽ വരില്ല എന്ന് തന്നെയല്ല. ഒരു പ്രാവശ്യം നമ്മൾ അച്ഛനെ തിരക്കി വീട്ടിൽ ചെല്ലുമ്പോൾ ഷീ ഗോട്ട് വെരി ആംഗ്രി വിത്ത് അസ്. ഷീ സെഡ് ഇങ്ങനെ ഇവിടെ വന്നിട്ട് എന്റെ അച്ഛനെ വിളിച്ചോണ്ട് പോരുത്, കാരണം കമ്പനി ഈസ് കമ്മിങ് ആൻഡ് ത്രെറ്റനിങ് മൈ ഫാദർ. ഇഫ് സംതിങ് ഹാപ്പൻസ് ടു ഹിം, പേടിച്ചിട്ട്. And so she ഭയങ്കര മോശമായിട്ട് she said don't ever come inside, and she closed the door and all of that. പക്ഷേ her father was very already, പുള്ളിക്കാരൻ അത്യാവശ്യം ഈ ഒരു സാഹചര്യം മനസ്സിലാവും. he was somebody who wanted to fight and stand up to it. So പിന്നെ നമ്മളൊരു ആക്ച്വലി ഒരു കുറച്ച് യങ് ആൾക്കാരെ ഒരു ഡിസ്പ്ലേസ്ഡ് റീജിയനിലേക്ക് കൊണ്ടുപോയി ഒരു എക്സ്പോഷർ വിസിറ്റിന്. So his father insisted that she should go, and I still remember bussilaka she just didn't speak to anybody. Bhayangara, like she had a very big face, she was angry. പക്ഷെ അവിടെ ചെന്നിട്ട് when she saw what the life of a displaced person is, so അവിടെ ഡിസ്പ്ലേസ്ഡ് ആവുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭൂമി പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഒന്ന് പൈസ, which may not be the market value, of course very very less, nominal ആണ്. പക്ഷേ ഓൾസോ യു ഗെറ്റ് എ 60/90 പ്ലോട്ട്, അതിൽ വീട് വെച്ച് താമസിക്കാം. ആൻഡ് ദർ ആർ വില്ലേജസ് വേർ ഇങ്ങനെ കോളനീസ് ഉണ്ടാവും. അങ്ങനെ ആ കോളനീസിൽ ഈ 60/90, അപ്പം ഒരു 4 പേരുള്ള ഒരു കുടുംബം, 4 നമുക്കറിയാം ഗ്രാമങ്ങളിലെ families are much much bigger, so there will be at least 6-7 people or 8 people in a family. When they move into ഈ 60/90 plot, അതിൽ 2 മുറിയും ഒരു ഇതും, we have seen gradually കുട്ടികൾ വലുതായിട്ട് അവർക്ക് കുട്ടികൾ ഉണ്ടായി കഴിയുമ്പോൾ the family is growing, പക്ഷെ സ്ഥലമില്ല. സോ അവരവരുടെ ബാത്റൂം പോലും അങ്ങ് അടച്ചു കെട്ടിയിട്ട് അതിനെ ഒരു മുറിയായിട്ട് ഉപയോഗിക്കുന്നത് അത്രയും ഉള്ള. സോ ഡിസ്പ്ലേസ് ആയിട്ട് പോകുന്ന ആൾക്കാരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ പിന്നെ നരകാണ്. ദേ ആർ പുട്ടിങ് ടു ഒരു ബാരൻ അങ്ങനത്തെ ഒരു ലാൻഡിൽ, റോക്കി പാച്ചസിലൊക്കെയാണ് അവരെ കൊണ്ടുപോയി താമസിക്കുന്നത്. കൃഷിയൊന്നും ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഭൂമിയെല്ലാം പോയല്ലോ, കാടില്ല, കാരണം കാട് വെട്ടിത്തെളിക്കപ്പെട്ടു. സോ അവര് പിന്നെ എന്താ പറയുന്നത്, പിന്നെ അവരുടെ ലൈഫ് ഇസ് അതെ. പിന്നെ the other thing is that, and whatever little money they get from the land they owned, actually നമ്മൾ നോക്കിയാൽ there are lots of motorcycle companies that have come up. അതെ, സോ ആൾക്കാർ പൈസ കിട്ടുമ്പം പോയി മോട്ടോർ സൈക്കിൾ വാങ്ങുക, പിന്നെ പെട്രോൾ അടിക്കുക, അത് ഓടിക്കുക, അങ്ങനെ. പിന്നെ ആൻഡ് എസ്പെഷ്യലി മെൻ ഗെറ്റ് ഇൻ ടു ഡ്രിങ്കിങ് ആൻഡ് അങ്ങനെ ദ ഫാമിലി ആക്ച്വലി എന്താ പറയുന്നത് അങ്ങ് വേറൊരു ആ ഒരു എന്താ പറയുന്നത്, യു സീ ദം ആക്ച്വലി ഗോയിങ് ഡൗൺ ഫ്രം വേർ ദേ വർ in terms of അവരുടെ ഗ്രാമത്തിൽ they had a big house and cows and cattle and goat and all of that. കാട്ടിൽ പോയി ഇഷ്ടപ്പെട്ട സാധനം പറിച്ചുകൊണ്ട് വരുന്നു, അത് കഴിക്കുന്നു, ന്യൂട്രീഷൻ. അവിടെ മാൽ ന്യൂട്രീഷൻ ഒന്നും നമ്മൾ കാണില്ല, ബിക്കോസ് എന്താ പറയുന്നത്, ചിൽഡ്രൻ ആർ ഗെറ്റിംഗ് whatever ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന പ്രൊഡ്യൂസ് ഇസ് ക്വൈറ്റ് ന്യൂട്രീഷ്യസ് ആൻഡ് സഫിഷ്യന്റ് ഫോർ ദം. സോ അതിൽ നിന്നും യു വിൽ ഫൈൻഡ് ഈ കോളനീസിൽ ചിൽഡ്രൻ ആർ മാൽനറിഷ്ഡ്, ബിക്കോസ് ആ ഒരു ആക്സസ് കിട്ടുന്നില്ല. പിന്നെ ക്യാഷ് ആയിട്ടുള്ള ഒരു ഇതാണല്ലോ, എവറിഥിങ് യു ഹാവ് ടു പേ ക്യാഷ്, ആൻഡ് ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് യു ഡോണ്ട് ഹാവ് മച്ച്. അപ്പം സോ ദെൻ ഷീ വെന്റ് there and saw this. That's when she woke up to the whole thing. She came back and she really came into the movement, and she mobilized women, and she's one of the strongest women, and very vocal, and lot of clarity of what she wants from the fight and all of it. So like I think each person had a journey. Who joined the movement did have a journey. Kripanath, for example, he just when we were going to send a letter to the DFO, we had asked 5 people to come from the village. 5 പേര് when they were coming in a vehicle, he wanted to come to the city also. അപ്പം ആ വണ്ടിയിൽ ചാടിക്കേറി മൂപ്പര് വന്നതാണ്. സിറ്റിയിൽ വന്നപ്പം അവിടെ ആകെയുള്ള ഒരു ഹോട്ടലാണ് ഞങ്ങൾ താമസിച്ചിരുന്ന സത്യ. സോ ആൻഡ് ബിക്കോസ് പുള്ളി അത് ഒരിക്കലും കണ്ടിട്ടില്ല അകത്തുനിന്ന്. സോ ഹി കെയിം ഇൻസൈഡ് ടു സീ ദാറ്റ്. പക്ഷെ വാട്ട് ഹി ഡിഡ് നോട്ട് നോ വാസ് ദെയർ വാസ് എ കമ്പനി വെഹിക്കിൾ ഫോളോയിങ് ദം. അപ്പം കമ്പനിക്കാർ ഇൻഫാക്ട് ദേ കെയിം ടു ആർ റൂം ആൻഡ് റാങ് ദ ബെൽ ആൻഡ് ടുക്ക് ഹിം ബേസിക്കലി. ആൻഡ് ദെൻ പക്ഷെ പുള്ളിയെ കൊണ്ടുപോയിട്ട് ദേ ഫോഴ്സ്ഡ് ഹിം ടു സൈൻ എ കംപ്ലെയിന്റ് അഗൈൻസ്റ്റ് മീ ആൻഡ് പുട്ട് ഇറ്റ് വിത്ത് ദ പോലീസ്. And that was that we are forcing them to fight the company. We are illegally trespassing into their houses and all kinds of things against me, and saying that we will go and file an FIR, you come with us. But at that time he that is when
things dawned to him, you know. മറ്റേത് ഞങ്ങൾ പുള്ളിയുടെ വീടിന്റെ മുമ്പിൽ പോലും ഇരുന്ന് സംസാരിക്കുമ്പോൾ he never came and sat with us or listened to us. പക്ഷേ when the company really took him, they tied him to a chair, they made him drink liquor, they forced him to sign on the complaint, and that was a big change. You know, that was a moment when he really realized that this is you know, he always tells me that that was a big moment for me, because he told them that, you know, if you kill me, but if you leave me alive, I am going to go out and tell everybody the truth, because that is when the truth dawned to him. You know, and he went back and I still remember the first day he went back and he called us. Nammale vilichittu avaru parnju that നമ്മളുടെ ഗ്രാമത്തിലേക്ക് വരൂ, ഇവിടെ ഒരു മീറ്റിംഗ് ചെയ്യാം. സോ ബിക്കോസ് കുറെ പ്രാവശ്യം പോയിട്ടും ഒന്നും നടക്കാത്തതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഇല്ല, നമ്മൾ അവിടെ ഇപ്പം വരുന്നില്ലെന്ന്. പക്ഷെ they forced us to come to the village, and he was the one who brought everybody and to the meeting, and we had first time, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, that's the first time we had a bigger crowd, you know, and we started talking to them about Forest Rights Act and, you know, ഈ ഇത്തരം സംസാരങ്ങൾ ഒരു വശത്ത് നടക്കുന്നു, ഇതൊരു അജിറ്റേഷന്റെ സ്വഭാവത്തിലേക്ക്, ഒരു മൂവ്മെന്റിന്റെ സ്വഭാവത്തിലേക്ക് മാറുന്നത് എപ്പോഴാണ്? ഡയറക്റ്റ് ഫൈറ്റ് എന്നൊക്കെയുള്ള രീതിയിലേക്ക്? ഡയറക്റ്റ് ഫൈറ്റ് ഒക്കെ കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് ആക്ച്വലി, ഇനീഷ്യൽ ഇയേഴ്സിലല്ല. ഇൻഫാക്ട് സ്റ്റേജ് 1 ക്ലിയറൻസ് വന്നു. ഈ ഒരു പ്രോസസ്സിൽ ഒരു 2-2.5 വർഷത്തിനകം സ്റ്റേജ് 1 ക്ലിയറൻസ് വന്നു വിത്ത് 32 യുനോ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. അതിൽ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ടിന്റെ ഇംപ്ലിമെന്റേഷൻ വാസ് വൺ കണ്ടീഷൻ. ദെൻ ദർ വാസ് മെനി അതർ കണ്ടീഷൻസ്. When we actually parallelly stage 2 in conditional ആയിട്ട് stage 2 തുടങ്ങി. That was when the company started numbering. അതായത് കാട്ടിലെ മരങ്ങളെല്ലാം നമ്പർ ചെയ്യാൻ തുടങ്ങി. എത്ര മരങ്ങളായിരുന്നു കട്ട് ചെയ്യാൻ തീരുമാനിച്ചത്? There were lakhs of trees because it's 1182 hectare ഭൂമിയിലാണ്, വനഭൂമിയിലാണ് അവര് ഈ മരം, അതിൽ മഹുവ, തേന്തു, സാൽ, ചാർ, ഇതെല്ലാം ഇങ്ങനത്തെ കുറെ മരങ്ങളുണ്ട് which people use for their livelihoods. ഈ ഒരു സാധനം വന്നപ്പോഴാണ് when they started numbering trees, that is when Mahan Sangarsh Samiti decided to stop them. എനിക്ക് തോന്നുന്നു that was the first physical kind of thing where women actually, it was women who said that we can't allow this in our forest, we will stop them from numbering. So women actually took the lead, and they went out and they started stopping company officials from numbering the trees. Then the company officials of course got police, and പിന്നാണ് ആ ഒരു ഇത്, അത് ഭയങ്കര, അതിൽ കുറെ നമ്മളുടെ കുറെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്റെയും എൻ്റെ 2-3 കൊളീഗ്സിന്റെയും പുറത്ത് there were cases, actually ലൂട്ടിന്റെ ഒക്കെ കേസ്, അതായത് false cases അവർ ഇട്ടു, saying that the community has looted അവരുടെ equipment worth 11 lakhs. So that was the first face off, but then after that, at any point, these face-offs became common. Like when they would come, when there was a, when there would be a public hearing in the nearby village, in the forest, in the village for something, people started standing up and going there. When anything happened in the forest, the company started doing anything, people would, they once started building a boundary wall. ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി. ആൾക്കാർ അത് പോയി പൊട്ടിച്ചു കളയും. സോ ദെൻ പോലീസ് വരും. സോ ഇത്തരം സമരങ്ങളിലെ ഒരു വയലൻസിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സാധ്യത അവര് തന്നെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യല്ലോ, വയലൻസ് ഉണ്ടാക്കുക. അപ്പോൾ അതിനൊരു കാരണവും കിട്ടും. അങ്ങനെയാണല്ലോ അതിന്റെ ഒരു സ്ട്രാറ്റജി അവര് ബിൽഡ് ചെയ്യുക. അങ്ങനെ വയലൻസിലേക്ക് പോവാതിരിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തിയിരുന്നോ? തീർച്ചയായിട്ടും. അതായത് ഫ്രം ഡേ 1 we always know, അതായത് കുറെ സമരങ്ങൾ നമ്മൾ കാണുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വയലൻസിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ സമരം തോക്കും എന്നുള്ളതാണ്. ബിക്കോസ് അത് സ്റ്റേറ്റിന് ഒരു അപ്പർ ഹാൻഡ് കൊടുക്കും, പോലീസിന് ഒരു അപ്പർ ഹാൻഡ് കൊടുക്കും. സോ വി വർ വെരി വെരി കോൺഷ്യസ് ഓഫ് ദിസ് ഫ്രം ഡേ 1. ഇതൊരു സമരത്തിലേക്ക് നമ്മൾ പോകാൻ തുടങ്ങിയ അന്ന് തൊട്ട് എല്ലാ മീറ്റിംഗ്സിലും നമ്മൾ, അതായത് എപ്പോഴും ഹാംലെറ്റ്സിലാണെങ്കിൽ പോലും മന്ത്ലി മീറ്റിംഗ്സിലാണെങ്കിൽ പോലും ഈ ഒരു നോൺ വയലൻസ്, and it was preached, like it was not preached, but we spoke about it. Even എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, we even showed them the movie Gandhi, because they had never, ഒരിക്കലും അവർ സിനിമ കണ്ടിട്ടില്ലായിരുന്നു. സോ ഞങ്ങൾ ഒരു എന്താ പറയുക, ഇല്ല തിയേറ്റർ ഒന്നും ഇല്ല. ഇപ്പൊ ഒരു തിയേറ്റർ ഉണ്ട്, പക്ഷെ അന്നൊന്നും അവിടെ ടെലിവിഷനും ഇല്ല. സോ അറ്റ് ദാറ്റ് ടൈം അപ്പം നമ്മളൊരു വൈറ്റ് ബെഡ്ഷീറ്റ് കെട്ടിയിട്ട് ഒരു പ്രൊജക്ടർ വെച്ചിട്ട് വി ഷോഡ് ദം ഗാന്ധി മൂവി. പക്ഷെ ദ കോൺവെർസേഷൻ അബൌട്ട് നോൺ വയലൻസ് വാസ്
it was a strong strategy because also we felt strategically we ഇപ്പം പോലീസിനെ ഔട്ട് നമ്പർ ചെയ്യാൻ പറ്റില്ല ആളുകൾക്ക്. ഔട്ട് നമ്പർ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ അവരുടെ ഫോഴ്സിനെ നമുക്ക് ഔട്ട് നമ്പർ ചെയ്യാൻ പറ്റില്ല because they will use weapons and all of that. There'll be lathi charges, there'll be police firing, and that is what the state also wants. They want your നിങ്ങളുടെ മൂവ്മെന്റ് എത്ര പെട്ടെന്ന് violent ആവുന്നോ അത്രയും അതാണ് സ്റ്റേറ്റിനൊരു ഗുണം. സോ വി വർ വെരി കോൺഷ്യസ് ഓഫ് ഇറ്റ്. അവിടുത്തെ ലീഡർഷിപ്പ് ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു ബിക്കോസ് നമുക്കറിയായിരുന്നു ഒരു ദാറ്റ് വിൽ ബി ഒരു സ്റ്റെപ്പ് ബാക്ക് ഫോർ എ മൂവ്മെന്റ്. വി ഡിഡ്ന്റ് വാണ്ട് ദാറ്റ് ടു ഹാപ്പൻ. അതുകൊണ്ട് വി വർ വെരി വെരി കോൺഷ്യസ് ദാറ്റ് protest will always be peaceful. നമ്മുടെ ഭാഗത്തുനിന്ന്, അതായത് ഗ്രീൻ പീസിന്റെ ഭാഗത്തു നിന്ന് കുറെ വലിയ ടീമായിരുന്നു അതോ എങ്ങനെയായിരുന്നു? Initially it was 2 of us, പക്ഷെ gradually we realized we need a bigger team. So then our team size increased. So finally we had like ഒരു 7-8 members team ഒക്കെ ആയിട്ട് അത്രേ ഉള്ളൂ. പക്ഷെ I was the only woman for the longest time. Then gradually there were a couple of 2-3 other women who came in. But it was not a very big team. And I think that is why I feel that ee samaram ethremano I own it as much as athrain thanne. I think it's the community samarana because it was not like we had a big organizational team working there or anything. It was avudathe janangal thanne aayirunnu. ഒരു എത്ര കാലം അത് നീണ്ടു നിന്നിട്ടുണ്ട്? ഒരു 2009 തുടങ്ങിയിട്ട് I think by 15 ആണ് 2015 അടുക്കുമ്പോഴാണ് ആ മൈൻ ഡിയലോക്കേറ്റ് ആവുന്നത് മാർച്ചിൽ. സോ അത്രയും നാളും ആ സമരമാണ്. ഇതിന്റെ ഒരു സ്വഭാവം പിന്നെയും കുറച്ചും കൂടി അഗ്രസീവ് ആവുന്നതൊക്കെ എപ്പോഴാണ്? ഈ കമ്പനിയെ നമ്മൾ ഫിസിക്കലി ഫോറസ്റ്റിൽ സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം കുറെ അഗ്രസീവ് ആവാൻ തുടങ്ങി അവര്. നമ്മൾ നമ്മുടെ ഗ്രാമത്തിലൊരു ഞങ്ങൾ താമസിക്കുന്ന ഒരു വീട് ഒരു ആദിവാസിയുടെ വീടായിരുന്നു. ആ വീട്ടിൽ നമ്മൾ സോളാർ പാനൽ വെച്ചിരുന്നു. സോ വൺസ് പോലീസ് കെയിം ആൻഡ് അവര് ആ സോളാർ പാനൽ മൊത്തം നശിപ്പിച്ച് അത് മൊത്തം എടുത്തുകൊണ്ട് പോയി, അതിന്റെ ബാറ്ററീസും ഒക്കെ. ആൻഡ് അറ്റ് ദാറ്റ് ടൈം they actually started trying to നമ്മളെ ഇങ്ങനെ അവരെ ഫ്രെയിം ചെയ്യാൻ തുടങ്ങി. that this is a satellite phone യൂസ് ചെയ്യുന്നു എവര് they are trying to communicate with left wing extremists എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതങ്ങനത്തെ കുറെ വാർത്തകൾ കൊടുക്കുക, അങ്ങനെ ഒരു ഫ്രെയിമിൽ ആ ഒരു പശ്ചാത്തലത്തിലായിരുന്നു പോലീസ് വന്ന് നമ്മളെ. പിന്നെ ലൈക്ക് there was like so on one hand നമുക്ക് സ്റ്റേറ്റിന്റെ വയലൻസ് ഉണ്ടായിരുന്നു, on the other hand you had company. So there was this coal mafia. അപ്പം അതെന്ന് പറയുമ്പം there will be people who are subcontract വാങ്ങുന്ന ആൾക്കാരും ഒക്കെ. They all feel that എവര് ഈ കനി തടഞ്ഞു വെക്കുന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് നഷ്ടം ഉണ്ടാവുന്നത്. സോ there were lots of instances where നമ്മൾ കാട്ടിലെ കൂടെ പോകുമ്പം we were followed, we were threatened, so many times letters. Also so many times they were like because we were women, some of us there were call for raping them, raping women and all of that. So there were lots of things like they've done pala sadhanangal. They have tried multiple things. At one point I remember they had morphed photographs of my photographs in bikini, and then they had circulated it in the entire village, saying that the lady who comes and talks to you about your rights and all, this is what she does when she goes to the city. Photographs of women holding beer mugs and all. So there were all these kind of tactics that was kind of tried to silence you, to kind of push you. They also multiple times they tried to buy you. എന്ത് പറഞ്ഞിട്ടാ buy? They came to us saying that they're a media person. A media person ആണ്, ഒരു ഇന്റർവ്യൂവിനാണെന്ന് പറഞ്ഞിട്ട്. So we met them thinking that it's for an interview. But a little into the interview, the conversation, we realized that the person was actually a agent, a company agent. And he was and he had come with an offer saying that like they said that we don't even expect you to, we understand that you're now in the newspapers and all, your images will be impacted if you suddenly become quiet. You be there, but just don't use your brain to strategize the fight. And we are willing to give you. So that was like, it was openly also, this was like, so they've tried everything, to buy you, to threaten you.
our team members and community members were arrested. One of the community members stayed in jail for 28 days. Oh, sure. Others, they were twice arrested and were put in jail. എന്ത് കേസുകൾ ഇട്ടിട്ട്? One was a loot-ന്റെ കേസായിരുന്നു, and then unlawful trespasser. The other was basically obstructing public servants from doing their work, and using batteries ഒക്കെ കൊണ്ടുപോയിട്ട്. So they have put another case saying that we have links with left-wing extremist groups. So all kinds of cases. I had a criminal defamation case. They slapped a civil defamation case on Greenpeace. അതിന്റെ വിധി വന്നത് ഇപ്പോഴാണ്. So I think they tried every tactic. And just like them, we also tried multiple. So we had a media strategy, wherein we reached out to the media. We got media to come down and write. There was clearly a ground. Media support undairunno? Media. So Singrauli media it was very challenging, because media persons would come see the reality, but then when they would go back, the company would pay them money. They wouldn't write the story. Oh. So it happened for many instances, but then actually as the people's struggle grew stronger, they would put our story as well as the company version. Okay. Balance either. But gradually I think people realized that the fight is very strong, and they had no choice but to kind of talk about the fight, because people were very strong out there. And this was not something that was happening anywhere in Singrauli, where displacement was like left and right nadakkunnundairunnu, but people were not fighting it. The fight was all about asking them for money, better compensation, but not for saying that no, we don't want money, we don't want compensation, we will not give you our land and forest. So that was the route or the line that Mahan Samiti took, that we are not interested in compensation. We don't want to get displaced. ഈ ഭൂമിയുടെ മേലുള്ള അവകാശത്തെക്കാൾ കൂടുതൽ ഈ എൻവയോൺമെന്റ് ആയിട്ട് പ്രശ്നങ്ങളെ കുറിച്ച് ഇവർ ബോധവാന്മാരായിരുന്നു. ഇത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. Climate change as such was not an issue there actually. ഇന്ത്യയിലെ ഇപ്പം if you look at movements in India, അവര് climate change in the battles എല്ലാം proxy battles ആണ് in countries like India. It will either be a battle for land rights, or a battle for livelihoods, to save livelihood. Of course, that's essential forest sink. അതായത് കാർബൺ സിങ്ക് ആണ് നിങ്ങൾ സേവ് ചെയ്യുന്നത് ആ ഹോൾ പ്രോസസ്സിൽ. പക്ഷേ പെർ സേ വെസ്റ്റേൺ കൺട്രീസിലുള്ള പോലെ പീപ്പിൾ ആർ നോട്ട് uttering the word climate change and not fighting to save the environment and climate. Environment I would still say, coexistence I would still say. പക്ഷേ പ്രത്യക്ഷമായിട്ട് ആ fights will be actually a fight to save a patch of forest, or a fight to save your land, or a fight to save a water source. Mostly natural resource base ne protect cheyanulla fights aitana varunathu, which is of course a proxy climate battle. Nokki kazhinjal, so there was climate change was not a big communication or issue there, or the narrative there. The bigger narrative was actually the forest for the livelihoods of communities, their land, their houses, their rights in that sense, and all of it, and then questioning what kind of development they want. ഈ സ്ട്രഗിളിന്റെ ഇടയിലാണ് ഈ പറയുന്ന ഓഫ്ലോഡിംഗ് പരിപാടി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നത്. അതായത് പ്രിയ ലണ്ടനിലെ അവിടുത്തെ പാർലമെന്റിൽ ഈ വിഷയം സംസാരിക്കാൻ പോകുന്നുണ്ട് അല്ലെ? അത് ഇന്ത്യയിൽ മുഴുവൻ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. എന്താണ് ആക്ച്വലി അന്ന് സംഭവിച്ചത്? എന്തിനായിരുന്നു ലണ്ടനിൽ പോകാനുള്ള കൃത്യം കാരണം എന്തായിരുന്നു? ആക്ച്വലി ലണ്ടനിലേക്ക് ഇപ്പം എസ്ആറും ഹിൻഡാൽകോവിന്റെ ജോയിന്റ് വെഞ്ചർ ആണ് മഹാൻ കോൾ ലിമിറ്റഡ്. And SR was enlisted in the London Stock Exchange. So because of this, we have been writing to the London Stock Exchange and raising this issue. പക്ഷെ അവിടെ റേസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് we've written ഇപ്പൊ മഹാൻ സംഘർഷ് സമിതി ആണെങ്കിലും ആസ് ഗ്രീൻ പീസ് ആണെങ്കിലും we've written to every other authority in the country. So it began with writing to your collector, to your DFO, trying to take it up. We've written to people at all levels. We've written to the Tribal Affairs Minister. We had written to the MOEF, Ministry of Environment and Forest. Ella idilum we had written. But and in that same breath, we had also kind of raised it with the London Stock Exchange. But I had an invitation to go and talk about free and prior informed consent before the UK Parliament. And
that is very closely linked to Forest Rights Act because നമ്മളുടെ കൺസെന്റ്, അതായത് ഏതൊരു ലാൻഡ് ഡൈവേർട്ട് ചെയ്യുമ്പോഴും ഒരു ഡെവലപ്മെന്റൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് there is a requirement under law to take consent. ഇപ്പം ഓസ്ട്രേലിയയിലാണെങ്കിൽ the native title act, so which is not even as strong as the Forest Rights Act. പക്ഷേ Forest Rights Act as a piece of legislation ഭയങ്കര strong ആയിട്ടൊരു legislation. So basically, I was invited to talk about that. But because we have been also kind of fighting the battle on the ground, and there were lots of human right violations already happening. False cases being put on people, threats of violence, of rape, all kinds of human right violations were already happening because the company and the state was, hand in glove, and they were operating as a nexus. അപ്പം നമ്മൾ അവിടെ പോകുമ്പം ഓൾറെഡി ഈ ഇൻവിറ്റേഷൻ കിട്ടിയപ്പം വി ഓൾസോ തോട്ട് ദാറ്റ് വി വിൽ ബ്രിങ് അപ്പ് ദീസ് ഇഷ്യൂസ് ദർ വിത്ത് ദ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സോ ദാറ്റ് അതായത് ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് നടക്കുന്നുണ്ട് എന്നുള്ളത്. സോ ദിസ് വാസ് ഓൾസോ ഈ രണ്ട് പരിപാടിക്കും കൂടിയായിട്ടായിരുന്നു. അവിടുന്ന് ഇൻവൈറ്റ് ചെയ്തത് ലണ്ടൻ UK പാർലമെന്റിൽ നിന്നും. they had sent me an invite to come and speak before a parliamentary standing committee about free and prior informed consent. So I accepted that invite and I was going for that. But when I reached Delhi, actually, I realized immigration counter nikkumboഴാണ് they said that I've been put onto a no-fly list, and the no-fly list, of course, is a list of criminals and people who can't leave the country if you are if you have a lookout circular in your name. So I was actually asked to go and sit in the immigration office in a bureau of immigration le അവർ പിടിച്ചിരുത്തി കുറേ സമയം. And then after many hours, even after my flight departed, they took away my passport and my boarding passes. And they wouldn't give me a reason. എന്തിനാ ഇവിടെ പിടിച്ചിരുത്തിയേക്കുന്നുള്ള ഒരു കാരണം അവർ പറയുന്നില്ലായിരുന്നു. കുറച്ചു കഴിയുമ്പോൾ they started stopping me from using my phone also. They said, ഇനി ഫോൺ ഉപയോഗിച്ചുകൂടാന്ന്. So that is when I started telling them, why am I here? Like, this is like an arrest, right? You have kept me here. My flight has departed. You've seized my passport and you're now asking me not to even use my phone. That's when I asked them for an explanation because I have a right to inform my family and my lawyer if at all I'm being arrested. Paksha, then actually they kept on saying that we are waiting for an order. We are waiting for an order. അസമയത്ത് ഭയം തോന്നിയിരുന്നോ? I wouldn't say that എനിക്ക് ഒരിക്കലും ഭയം തോന്നിയിട്ടില്ല മഹാനിൽ വെച്ച് ആ സമരത്തിന്റെ കാലത്ത് എന്ന് ഞാൻ പറയില്ല. പലതവണ ഭയം തോന്നിയിട്ടുണ്ട്. For myself, for the other people who were with you, അവരെ പോലീസ് എടുത്തുകൊണ്ട് പോകുമ്പോഴും അല്ലെങ്കിൽ എന്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴും of course there were lots of times when you felt fear. പക്ഷേ the one thing I think that happens to you is when you have somebody actually attacking you and you're standing there facing them, I think the reason why you are standing there and fighting is very, very genuine, and it's very, very, you have a lot of conviction ചെയ്യുന്ന കാര്യത്തിൽ. And I think ഉറപ്പ് അത്ര ഉറപ്പുണ്ട് that നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതിൽ ഒരു നിമിഷം പോലും സംശയമില്ല. സോ ഐ തിങ്ക് ആ ഒരു മൊമെന്റിൽ ഐ ഡോണ്ട് ഫീൽ ഫിയർ, ആ ഒരു നിമിഷത്തിൽ. പക്ഷേ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരിക്കലും പേടി തോന്നിയിട്ടില്ല. We are all human. I think നമുക്കെല്ലാം ഏതെങ്കിലും ഒരു സമയത്ത് you are scared either for your family or you're scared for your comrades or the people who are with you, and you're sometimes scared for yourself also. It's only natural to feel fear. A lot of times I've been scared thinking the company will pick up my son maybe one day, so there were those kind of fears because those were all threats. So you never knew which threat they would execute, right? So there were times when you got scared, but I never felt fear for myself, I think, because I had so much of conviction. ഞാൻ ആ ചെയ്യുന്ന കാര്യത്തിൽ ഉറപ്പ് അത്ര സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. എയർപോർട്ടിൽ വെച്ചിട്ട് then actually they were waiting for some എന്തോ ഒരു ഫാക്സ് വന്നു. അവരെന്നെ കാണിച്ചില്ല എന്താ ഫാക്സ് എന്ന്. പക്ഷെ ആ ഫാക്സ് വന്നതിന് ശേഷം a lady officer was asked to speak to me, and that lady, she actually said that you have been put on a no-fly list because you have a lookout circular in your name.
So you can't അങ്ങനെ leave ഒരു the ലുക്കൗട്ട് country. സർക്കുലറിനെ പറ്റി നേരത്തെ നമ്മൾ അവെയർ ആയിരുന്നു? ഇല്ല അപ്പോഴാണ് അറിയുന്നത്. അപ്പോഴാണ് അറിയുന്നത്. So basically that was the time when I came to know, and they said that you can't go, so you have to go back. And എൻ്റെ പാസ്പോർട്ട് വാങ്ങിയിട്ട് അവർ എൻ്റെ പാസ്പോർട്ടിൽ ഒരു ഓഫ് ലോഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാമ്പ് അടിച്ചു. And they just returned my passport to me and said you can't leave the country anymore. So you're on this list. So that's when I came home. And then I remember I came to office and I think I tweeted on this. And then I think the tweet got picked up by media and then there were lots of questions. And of course, വലിയ ചർച്ചയായിരുന്നു. ആ സമയത്ത് then it became like a to and fro, you know. And in the end, it kind of ended with me filing a case against the Bureau of Immigration as well as the government of India. Because at that time, as I said, you know, I had a huge, strong conviction that അവർ ചെയ്യുന്നത് തെറ്റാണ്. ഒരു stifling of freedom of expression, freedom of movement ഒക്കെ ഹനിക്കുന്ന ഒരു സാധനമാണെന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്തു. ആ കേസ് എത്ര കാലം നിന്നു? ആ കേസ് ഒരു the trial was not very long. In fact, January 11th എന്നെ ഓഫ്ലോഡ് ചെയ്തത്. March 12th ആയപ്പം വിധി വന്നു. It was because ആ സമയത്ത് കോടതിയിൽ the whole case was heard on a day-to-day basis because ഈ യുകെയിലേക്ക് പോകാൻ ഉള്ള ഇൻവൈറ്റ് ഉണ്ടല്ലോ, it was still standing, the invite. So we had also pushed for the court to hear the case and whatever be the decision. So I think the judge actually, my case was heard on a day-to-day basis. You know, our 2 odd months, it was a trial. ഹൈക്കോടതി വിധിയും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു അല്ലേ? It was. I think മേനക ഗാന്ധിയുടെ ജഡ്ജ്മെന്റ് കഴിഞ്ഞിട്ട് വന്ന ഒരു കീ ജഡ്ജ്മെന്റ് ആയിരുന്നു on freedom of expression, on freedom of movement. You know, our fundamental right to freedom of expression and speech ne safeguard ചെയ്ത ഏറ്റവും വലിയ ഒരു വിധിയായിരുന്നു, യുനോ, അന്ന് വന്നത്. ആൻഡ് ഇറ്റ് വാസ് ഐ തിങ്ക് ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് അബൌട്ട് മീ, യുനോ, എൻ്റെ ഒരു പേഴ്സണൽ ഫ്രീഡം അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് സ്പീച്ച് ആയിരുന്നില്ല അത്. ഇറ്റ് വാസ് അന്ന് ആ ഒരു സമയത്ത് വി ഹാഡ് the BJP government had just come to power, and you know there was a lot of, and they had just begun this crackdown on freedom of speech and expression. And I think our paschatalathil it was very important to reiterate that you do have that fundamental right. So I think our readil the case was landmark because it made you understand that, you know, the constitutional right to freedom of speech and expression is one that is guaranteed to every individual. അത് അവകാശം ഉണ്ടെന്ന് തന്നെയാണ് കോടതി വീണ്ടും ഉറപ്പിച്ചത്. സോ അതൊരു ലാൻഡ്മാർക്കായി. അങ്ങനെ ആ വിധിയും പിന്നെ നമ്മുടെ സമരത്തിനെ കുറച്ചുകൂടി എന്താക്കിയായി മാറ്റുക ചെയ്തത്. ആ വിധി കുറച്ചുകൂടി ഒരു സ്ട്രെങ്ത് തന്നു സമരത്തിന്. ഐ തിങ്ക് ബൈ ദാറ്റ് ടൈം സമരം ഭയങ്കര സ്ട്രോങ് ആയിത്തീർന്നിരുന്നു. സമരത്തിന്റെ അപ്പോഴത്തെ സ്വഭാവം ഐ തിങ്ക് എന്റെ ഒരു വിധി വന്നത് മാർച്ച് 12 പക്ഷെ ആ വർഷം തന്നെ മാർച്ച് 29 ആയപ്പോഴത്തെ ദ മൈൻഡ് ഗോട്ട് ഡിയലോക്കേറ്റഡ് ആക്ച്വലി. അത് പക്ഷെ എന്റെ കേസൊക്കെ നടക്കുന്ന സമയത്ത് ഭയങ്കര ഒരു സ്ട്രോങ് ഒരു പീപ്പിൾ ഫെൽറ്റ് ദാറ്റ് നമ്മളെ അറ്റാക്ക് ചെയ്യാണ് സർക്കാർ ഫോർ നോ റീസൺ, ആൻഡ് ദ ഓൺലി റീസൺ ഇസ് ബിക്കോസ് നമ്മളുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട്. സോ ആ ഒരു സ്ട്രെങ്ത് എന്താ പറയുന്നത്, ഐ തിങ്ക് ആ ഒരു സെൻസ് ഓഫ് യുനോ ജസ്റ്റിസ് ആൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ടു അസ് ഇസ് ഇൻജസ്റ്റിസ് എന്നുള്ളത് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. എൻ്റെ ഓഫ്ലോഡിന്റെ സമയത്ത് മാത്രമല്ല, അതിന് മുമ്പും ഐ തിങ്ക് ആ ഒരു സ്ട്രെങ്ത്തിൽ നിന്നും ആൾക്കാർ the movement became stronger and stronger. ആ ഗ്രാമം മുഴുവനും അപ്പോഴത്തേനും ആ ഗ്രാമങ്ങൾ, അതെ, ആ ഒരു 12 villages നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇൻഫാക്ട് എന്താ പറയുക, when first round of arrests നടന്നപ്പം ഒരു more than 1000 people actually went to the district headquarter demanding a release of the people who were arrested. So I think the more crackdown, അതായത് ഇപ്പൊ ആ ജേർണി നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ പോലീസ് ക്രാക്ക് ഡൗൺ ചെയ്യുമ്പോൾ കൂടുതൽ സമരം ശക്തമാവുക ചെയ്തത്. അല്ലാതെ ഐ നെവർ ഫൗണ്ട് ദാറ്റ് പീപ്പിൾ റിയലി തോട്ട് ഓഫ് ഗോയിങ് ബാക്ക്. You know, for them it was do or die. They were like, you know, ഈ fight is important. It's like, you know, നാളെ ഞാൻ ജീവിക്കണോ, എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫൈറ്റ് സമരം നടത്തുന്നത്. ആ ഒരു സെൻസ് അവർ സ്വയം സംസാരിക്കാൻ തുടങ്ങിയിരുന്നോ?
അവര് വളരെ നേരത്തെ തന്നെ they had become very strong and vocal. പലപ്പോഴും നമ്മൾ അവിടെ ഇല്ലെങ്കിൽ പോലും they would actually they started negotiating with the collector. പല പ്രാവശ്യം കളക്ടർ ഗ്രാമത്തിൽ വരുന്നു, അല്ലെ മഹാൻ സംഘർഷ് സമിതിയുടെ റെപ്രസെന്റേറ്റീവ്സ്, ഐ വാസ് ജസ്റ്റ് വൺ ഓഫ് ദ റെപ്രസെന്റേറ്റീവ്സിനെ ചർച്ചയ്ക്ക് എന്താ പറയുന്നത് കളക്ടർ വിളിക്കുന്നു. അവിടെയൊക്കെ പോയിട്ട് അവർ they would speak for themselves. That journey was also an empowering journey for them, just like it was a learning journey for me. So I think we felt like we are all in it together. There was no turning back. ഇനിയും തിരിച്ച് ഒരു മടക്കയാത്ര ഇല്ല എന്ന് തന്നെയായിരുന്നു എല്ലാവരുടെയും ഒരു ഇത്. പക്ഷെ ഐ തിങ്ക് when the mine got deallocated in March 2015, അത് ഈ സമരം മുന്നോട്ട് പോകുമെന്നുള്ള ഉറപ്പുകൊണ്ട് തന്നെയാണ് അത്. സോ ഈ സമരത്തിൽ പല സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. ഒന്ന്, ഓഫ് കോഴ്സ്, മീഡിയയിൽ there was information that was given about എന്താ പറയുക ഇൻജസ്റ്റിസ് ഒക്കെ നടക്കുന്നതിനെ കുറിച്ചുള്ള ഇൻഫർമേഷനും എല്ലാം നമ്മൾ മീഡിയയിൽ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഒരു ഏറ്റവും സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫൈറ്റ് ആയിരുന്നു. അതായത് കമ്പനിയെ ഫിസിക്കലി സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ഗ്രൗണ്ടിലുള്ള ഒരു ഫൈറ്റ് ആ വില്ലേജസിലുള്ള. വി ഓൾസോ ഹാഡ് എ ലീഗൽ ഫൈറ്റ്. നമ്മൾ NGT-യിൽ ഈ മൈനിന് കൊടുത്ത ക്ലിയറൻസിനെ ചാലഞ്ച് ചെയ്തിരുന്നു. സോ വി വർ പെറ്റീഷണേഴ്സ്. ഗ്രാമീണരുടെ കൂടെ തന്നെ നമ്മളും പെറ്റീഷണേഴ്സ് ആയിട്ട് വി ഹാഡ് ഫൈൽഡ് എ ചാലഞ്ച്. അപ്പം സോ ദിസ് വാസ് ഓൾ പാരലലി ഹാപ്പനിങ്. ഇതെല്ലാം പാരലലി നടക്കുമായിരുന്നു. ആ സമയത്ത് ആക്ച്വലി കോൾഗേറ്റ് സ്കാം വാസ് ഓൾസോ ബീങ് ഹേർഡ് ബൈ ദ സുപ്രീം കോർട്ട് ആക്ച്വലി. അപ്പം ഓൾ ഓഫ് ദിസ് എന്താ പറയണത്, ഈ 2015 all of this culminated. My offload, the journey of the fight, where the fight was at its peak. അതേപോലെ തന്നെ NGT കേസ് ഹിയറിംഗ് വന്നു. സുപ്രീം കോടതിയിൽ കോൾഗേറ്റിൽ വന്ന അലോക്കേഷൻസ് എല്ലാം ഡിഅലോക്കേറ്റ് ചെയ്യാൻ സുപ്രീം കോടതിയും വിധി വരുത്തി. സോ ഇറ്റ് ഓൾ ജസ്റ്റ് ഹാപ്പൻ പാരലലി ആക്ച്വലി ആ സമയം നോക്കിക്കഴിഞ്ഞാൽ ഇൻ ദ 2-3 months. ആൻഡ് ബിക്കോസ് ദാറ്റ് സുപ്രീം കോടതിയുടെ വിധി വന്നപ്പം ഓട്ടോമാറ്റിക്കലി NGT also dismissed, saying this petition, but the ground force was very, very strong. They never depended on any strategy. They were very clear that this is our battle, we will fight it. Somebody is going and filing a case, it's not like they were very strong. That is something that somebody else, they were very clear about that. It was never like e strategy linked ആണ്. It was never like that. ഈ സമരത്തിന്റെ ഒരു റിസൾട്ട് ഉണ്ടല്ലോ, അതിനെ വേണ്ട എന്ന് വെക്കുന്ന ഒരു തീരുമാനം ഉണ്ടാകുന്നു. ജനകീയ സമരങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടോ ഇന്ത്യയില്? ഉണ്ട്. ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സി ഇഫ് യു ലുക്ക് അറ്റ് ഇപ്പൊ നിയമഗിരി, നിയമഗിരിയിൽ നമ്മൾ സമരം നമ്മൾ ഫോളോ ചെയ്യുമ്പം, ബിക്കോസ് ഞങ്ങൾ മഹാൻ സമരം കഴിഞ്ഞ് ആ സമയത്ത് തന്നെ, ഇൻഫാക്ട് ആ ഒരു സമയത്ത് തന്നെ നിയമഗിരിയിൽ ബോക്സൈറ്റ് മൈനിങ്, വേദാന്ത എന്ന് പറയുന്ന വൻകിട കോർപ്പറേറ്റിനെതിരെ വലിയൊരു സമരം നടക്കുന്നുണ്ടായിരുന്നു. വി വർ ഓൾ പാർട്ട് ഓഫ് ദ സോളിഡാരിറ്റി ഗ്രൂപ്പ് ദാറ്റ് സപ്പോർട്ടഡ് ദാറ്റ് ഫൈറ്റ്. അവിടെ പാലി സഭ സുപ്രീം കോടതി വിധി വന്നിട്ട് ഈ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ടിന് ഇതില് when Pali Sabhas were ordered, actually അവിടെ ഉണ്ടായിരുന്ന pressure was huge on that movement, അതായത് the ഗ്രാം സഭ will decide ഈ ബോക്സൈറ്റ് മൈൻ ഇവിടെ വരുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഗ്രാമസഭയായിരുന്നു. ആ ഗ്രാമസഭയുടെ പുറത്ത് ഭയങ്കര പ്രഷറായിരുന്നു, ബോത്ത് ഫ്രം ദ ഗവൺമെന്റ്, ഫ്രം കോർപ്പറേറ്റ്, എവറിഥിങ്. പക്ഷേ they stood strong. They stood strong and they voted against it, and they said, no, we don't want this mine, we will not allow the Niyamgiri forest to be mined for bauxite. So it's not like you don't have, of course I agree that koodudalam samarangal, it's very tough to in quotes win. We used to say this thing, it is like a big war. You will have a lot of battles. You may win a few, you may lose a few, but the bigger war is against is against corporate takeover of natural resources. And I guess whether it's a Niyamgiri fight or a Mahan, yes, they are all chapters or positive chapter aanu, cheriya battles aanu one, പക്ഷെ ആ war എന്ന് പറയുന്നത് is on. It's a big war. So there will be wins, there will be losses in this war. എന്നാണ്, like I think everybody who stands with movements and fights for natural resources know that it is a difficult fight, and not every battle is fought to only be won, right? There are battles that
ഈ സമരത്തിന്റെ ഒരു വിജയത്തിന് ശേഷം ഒരു നേരത്തെ രാഷ്ട്രീയമായിട്ട് അത്രയും സ്ട്രോങ് അല്ലാതിരുന്ന ഒരു ജനതയുടെ പൊളിറ്റിസൈസേഷനും കൂടിയിട്ടാണല്ലോ ഇതിന്റെ ഒപ്പം നടന്നിട്ടുള്ളത്. അതെ അതെ, ബിക്കോസ് ഐ തിങ്ക് ഈ സമരത്തിന്റെ കൂടെ ഉണ്ടായ ഒരു പൊളിറ്റിസൈസേഷൻ വാസ് ലോങ് കോൺവെർസേഷൻസ് വി യൂസ്ഡ് ടു ഹാവ് ഓൺ കാസ്റ്റ്, ഓൺ ജെൻഡർ. ആദ്യമായിട്ട് അവിടെ ജെൻഡറിനെ കുറിച്ച്, സ്ത്രീകളുടെ അവകാശം, ഡൊമസ്റ്റിക് വയലൻസ്, അതിനെ എതിർക്കുക, സമരം ഓൾസോ ടുക്ക് അപ്പ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ് യുനോ ഭയങ്കര സ്ട്രോങ്ലി, ബിക്കോസ് വി ഫെൽറ്റ് ദാറ്റ് ഒരു അഫ്കോഴ്സ് മൈൻ റൈറ്റ്സ്, ലൈവ്ലിഹുഡ്, ലാൻഡ് റൈറ്റ്സ് ഇതൊക്കെ അതിലുണ്ടായിരുന്നു. പക്ഷെ പാരലലി ഒരു സ്ട്രോങ് പൊളിറ്റിസൈസേഷൻ പ്രോസസ്സും നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഈ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദിസ് ഫൈറ്റ് അവിടെ പഞ്ചായത്ത് ഇലക്ഷൻസ് വന്നു. അതിൽ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻഡിപെൻഡന്റ് ആയിട്ട് മഹാൻ സംഘർഷ് സമിതിയുടെ ആളുകൾ കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഹി ഹാഡ് എ തമ്പിങ് വിക്ടറി ഇൻ ദ വില്ലേജ്. സോ ദാറ്റ് വാസ് എ ബിഗ്, വെരി സ്ട്രോങ് എന്താ പറയുന്നത് തിങ്, ഇൻഡിക്കേഷൻ. ബിക്കോസ് for them it was, our fight had actually gone into multiple areas. It was not just stopping a mine stop മാത്രല്ല അതിലൊതുങ്ങിയില്ല. അതിൽ ഗ്രാജുവലി ഈ സമരത്തിലുള്ളവർ അവരുടെ സ്കൂൾ എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല, സ്കൂളിൽ മാഷ് എന്തുകൊണ്ട് സമയത്തിന് വരുന്നില്ല, വിധവകളുടെ പെൻഷൻ എന്തുകൊണ്ട് എല്ലാ മാസവും കിട്ടുന്നില്ല, ഇങ്ങനത്തെ കുറെ ചോദ്യങ്ങൾ. സോ പീപ്പിൾ സ്റ്റാർട്ടഡ് പിക്കിംഗ് അപ്പ് മെനി ക്വസ്റ്റ്യൻസ് ആൻഡ് ഫൈറ്റിംഗ്. ഇപ്പൊ അവരുടെ അവിടുത്തെ റേഷൻ കട അത് എന്താ പറയുക, മാസത്തിൽ ഒരു ദിവസത്തെ തുറക്കുള്ളായിരുന്നു, അങ്ങനെയായിരുന്നു. സോ ഈ ബുധേർ ഗ്രാമത്തിൽ നിന്നുള്ള ആൾക്കാർ ഓൾമോസ്റ്റ് 8-9 കിലോമീറ്റർ നടന്നിട്ട് വരുന്നത്, അവരിവിടെ വരുമ്പോഴാണ് തുറന്നിട്ടില്ല തിരിച്ചു പോകുന്നത്. പക്ഷെ പീപ്പിൾ പിക്ഡ് അപ്പ് ഓൾ ദീസ് ഫൈറ്റ്സ്. അതായത് നിങ്ങൾ ഒരു സമരം നടത്തുമ്പോൾ യു ആക്ച്വലി ഫീൽ, you understand all the other wrongs and then you find your own ways. And idonnum nammal thodangി വെച്ച സമരങ്ങളായിരുന്നു. These were all fights people themselves realized that ഈ മഹാൻ സംഘർഷ് സമിതി will ensure. So everybody says സംഘടൻ എന്ന് പറയുന്നത് ഘടനയിൽ ഭയങ്കര സ്ട്രെങ്ത് ഉണ്ടെന്നുള്ള ഒരു സാധനം ആൾക്കാർക്ക് മനസ്സിലായി. And that is why they fought panchayat elections and that kind of a political journey for people, I think. പ്രിയയ്ക്ക് മേലുള്ള ക്രിമിനൽ ഡിഫമേഷൻ കേസ് പക്ഷെ തുടർന്നു അല്ലേ? എത്ര കേസ് ഉണ്ട്? അതിലൊരെണ്ണമാണ് ഇപ്പം വിധി വന്നത്. 9 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പം വിധി വന്നത് ക്രിമിനൽ ഡിഫമേഷൻ. അപ്പൊ ഇതിനും കമ്പനി മാറിയിട്ടുണ്ട് അല്ലേ? അതെ. അപ്പം നേരത്തെ കേസ് ഫയൽ ചെയ്തത് SR ആയിരുന്നു. പക്ഷെ പിന്നീട് ഈ തമിഴ് പാപ്ലാന്റ് ഇപ്പം കുറച്ച് 2021 അത് അദാനി വാങ്ങിച്ചു. അപ്പം അദാനി വാങ്ങിച്ചപ്പം actually all the cases also so they did adum kudi vaangi. So I think they continued to fight the case in the court. Adani started showing a renewed energy in fighting it. പക്ഷേ I think last month actually I had a decision in my favor. I was acquitted. So പക്ഷേ I think this is a strategy. സ്റ്റേറ്റും കോർപ്പറേറ്റ്സും യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് സ്ലാബ് സൂട്ട്സ്. ഇറ്റ്സ് എ സ്ട്രാറ്റജിക് ലിറ്റിഗേഷൻ അഗൈൻസ്റ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ. സോ എപ്പോഴെങ്കിലും whenever you try to raise an issue which is of public importance, then they will put cases on you. കുറെ കേസുകൾ and the cases നമ്മളുടെ മേൽ അടിച്ചിടും, ലൈക്ക് അടിച്ചമർത്തി നമ്മുടെ പുറത്ത് കേസ് ഇടുമ്പം they know that they are not going to win it because they're false. Ainal evidence of, like a trial kudi povumbam they know that maybe ultimately they may lose it. Pakshe trial is your punishment. So etra kaalam ee case nadakkunno, you are actually under a trial, right? There is a lot of media attention on this. The amount of time and energy you spend to keep yourself out of jail, right? When there's a false case against you, it's huge, right? Going for a case from Kerala to Singrauli is a huge journey. നമ്മൾ അവിടെ ഹാജരാവണം, അപ്പം നമ്മൾ പോകണം. So I think a lot of your energy is spent on dealing with the judicial system, which is itself is a challenging system. So if you and I think this is what has happened to most of the activists in this country. There have been so many cases. In fact, എന്താ പറയുന്നത്, പോസ്കോ എന്ന് പറയുന്ന കമ്പനി എന്താ പറയുന്നത് ഒറീസയില് അവര് ഒരു സമരത്തിനെതിരെ അവിടുത്തെ ജനങ്ങൾ അതിന്റെ എതിരെ സമരം നടത്തിയപ്പം ഒരു എൻറ്റയർ വില്ലേജിന്റെ പുറത്ത് they put a sedition case and that included
13 വയസ്സുള്ള കുട്ടികൾ പോലും. അതേപോലെ നമുക്കിവിടെ അറിയാം കൂടംകുളം സമരത്തില് നമുക്കറിയാം ഉദയകുമാർ പുള്ളി ഇപ്പോഴും അവിടുത്തെ കേസുകൾ തീർന്നിട്ടില്ല, ഇപ്പൊ പോലും തീർന്നിട്ടില്ല. സോ ഈ ഫോൾസ് കേസസ് ചാർജ് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് ബിക്കം എ വെരി സ്ട്രോങ് ടാക്ടിക് ദാറ്റ് ദ ഗവൺമെന്റ് ആൻഡ് ദ കോർപ്പറേറ്റ് യൂസസ് അഗേൻസ്റ്റ് യു. ആൻഡ് അതിൽ നിങ്ങൾ ജയിക്കുന്നു അവർ ജയിക്കുന്നു എന്നൊന്നും ഒരു ചോദ്യമില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ യുവർ ട്രയൽ ഈസ് യുവർ പണിഷ്മെന്റ്. ആൻഡ് നിങ്ങൾ ഒരു പക്ഷേ ലൈക്ക് ഫോർ ഇയേഴ്സ് ഈ കേസ് പോകുന്നു. യു ഹാവ് ടു സ്പെൻഡ് മണി, പേ യുവർ ലോയർ ടു കൈൻഡ് ഓഫ് appear on your behalf, you have to be there. ഇങ്ങനെ കുറെ ചാലഞ്ചസ് അതുമായിട്ട് ബന്ധപ്പെട്ട്. ഇനിയുണ്ടോ കേസ്? ബാക്കിയുണ്ടോ? ഇനിയുണ്ട്. എത്ര കേസുണ്ട്? ഇനിയും 2 കേസ് കൂടിയുണ്ട്. അതും ഇത് ഡിഫമേഷൻ കേസ് തന്നെ അല്ല. ഒരെണ്ണം ബേസിക്കലി ഇറ്റ്സ് അഗൈൻ another false case that SR filed മുംബൈയിൽ. It's a weird accusation. It's an accusation that I abetted somebody to commit suicide. Criminal trespass ചെയ്തു. അവരുടെ ഇൻഫാക്ട് അവരാണ് നമ്മളെ വിളിച്ചത് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അവരുടെ കൂടെ പോയതാണ് നമ്മൾ അവരുടെ ഓഫീസിലേക്ക്. പക്ഷെ later on they filed a case saying that we have illegally trespassed into their building. So yeah, ഒരു 11 charges ഉള്ള ഒരു കേസാണ്. So that's ongoing. പഠിച്ചത് ലോ ആണ്. പിന്നീട് ഇപ്പൊ എത്തിപ്പെട്ടിട്ടുള്ളത് ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഏരിയയിലും ഹ്യൂമൻ ജസ്റ്റിസ് എന്നൊക്കെ പറയുന്ന ഒരു ഏരിയയിലാണ്. ഈ ഒരു ജേർണി കേരളത്തിൽ നിന്നുകൊണ്ടല്ല ഇവിടെയൊക്കെ എത്തിപ്പെട്ടതെന്ന് തോന്നുന്നു. ഈ ഒരു ജേർണിനെ എങ്ങനെയാ കാണുന്നത് ഇപ്പം? ഇറ്റ്സ് എ ജേർണി ഓഫ് ലേണിംഗ് ആൻഡ് അൺലേണിംഗ് ഒരു ജേർണി ആയിരുന്നു. ഹാവിംഗ് സ്റ്റഡീഡ് ലോ, ഐ തിങ്ക് ജസ്റ്റിസ് വാസ് അറ്റ് ദ സെന്റർ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് അറ്റ് ദ സെന്റർ ഓഫ് മൈ focus. പക്ഷേ I soon kind of realized that maybe working directly on the ground with communities, നമ്മൾ എന്ത് നോക്കിയാലും നമ്മൾ like even the researches we do, as long as they are not kind of ground truthed, ഗ്രൗണ്ടിലുള്ള റിയാലിറ്റിയുമായിട്ട് എത്ര ഡിസ്കണക്റ്റഡ് നമ്മളാവോ അത് ഏതൊരു കാര്യത്തിനും, ലൈക്ക് വെദർ ഇറ്റ്സ് യുവർ റിസർച്ച്, വെദർ ഇറ്റ്സ് ദ ഗ്രൗണ്ട് സമരമാണെങ്കിൽ എന്തും, എത്രയും നമ്മൾ ഗ്രൗണ്ടിൽ നിന്നും ദൂരെ മാറുന്നു അത്രയും നമ്മൾ റിയാലിറ്റീസിൽ നിന്നും. സോ ഐ തിങ്ക് വർക്കിംഗ് വിത്ത് കമ്മ്യൂണിറ്റീസ്, വർക്കിംഗ് ഡയറക്ട്ലി വിത്ത് people who are impacted, creating solutions together, co-creating solutions has been something that have been, more as an enabler, more as a facilitator. That's been something that എനിക്ക് വളരെ എന്നെ ഭയങ്കര അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു മേഖലയാണത്. സോ ഐ തിങ്ക് ദിസ് ജേർണി ഹാസ് ബീൻ വെരി വെരി ഇൻട്രസ്റ്റിംഗ്. നെവർ എ ഡേ of boredom. I've always only heard that people from the IT sector or any other sector, they get bored with corporate jobs, but I think my engagements and my work are very very interesting. Each day is a new day and there's something new to kind of build on or work together on. So